വെൽക്കം. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ഫിസിക്സ്, ദാറ്റ് ഈസ് ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. വളരെ കുറഞ്ഞ ടൈമിൽ വളരെ പെട്ടെന്ന് നമ്മൾ ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സും ഈ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പോവുകയാണ്. ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക, ഏത് ഭാഗത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്യോർലി കണ്ടന്റ് ഓൺലി. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് മാത്രം പറയാൻ പറ്റില്ല. ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കണ്ടന്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് വരെ നമ്മൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ചാപ്റ്റർ. സോ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ പേര് പോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് ലൈറ്റിൻ്റെ ഈ രണ്ട് ഫിനോമിനാസ് ആണ്. അതായത് ഒന്ന് റിഫ്ലക്ഷൻ, ഒന്ന് റിഫ്രാക്ഷൻ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്ലെയിൻ മിററിലുള്ള റിഫ്ലക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്ലെയിൻ മിററിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ മിററിൽ തട്ടിയിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. റൈറ്റ്? എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആഫ്റ്റർ ഹിറ്റിംഗ്, അതായത് ലൈറ്റ് ഒരു എന്താ പറയുക ഇൻ്റർഫേസിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. ഇറ്റ് റിട്ടേൺസ് ബാക്ക് ടു ദ സെയിം മീഡിയം ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ എന്നുള്ളത്. സോ ഈ റിഫ്ലക്ഷൻ നിങ്ങൾ പ്ലെയിൻ മിററിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? പ്ലെയിൻ മിററിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പ്ലെയിൻ മിററിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ്. അതേപോലെ തന്നെ ലാറ്ററലി ഇൻവേർട്ടഡ് ആണ്. അതേപോലെ നമ്മളുടെ മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസും മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആണ്, സെയിം സൈസുള്ള ഇമേജ് ആണ് എന്നുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്ലെയിൻ മിററിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആവാൻ പോവുകയാണ്. അതായത് പ്ലെയിൻ മിററിൽ പഠിക്കേണ്ട എന്നല്ല, പക്ഷേ പ്ലെയിൻ മിററിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ എന്ന് പറയുമ്പോൾ അപ്പാർട്ട് ഫ്രം പ്ലെയിൻ മിറേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് മിറേഴ്സ് ഉണ്ട്. ആ മിറേഴ്സ് ആണ് സ്ഫെറിക്കൽ മിറേഴ്സ്. സോ ആ സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. സോ അതിന് മുന്നേ ഈ ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ അറിയാമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ നിങ്ങൾ പഠിച്ചതാണ്. എന്താ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്? ഒന്നാമത്തേത് ഇൻസിഡൻറ്റ് റേ അല്ലേ, റേ, റൈറ്റ്, ഹിറ്റിംഗ് റേ, അത് റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ, ഇവരെല്ലാവരും ഒരൊറ്റ പ്ലെയിനിലാണ് ഉണ്ടാവുക. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് എന്ത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ ഐ എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്താ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അഥവാ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻ എവറി റിഫ്ലക്ഷൻ, എവിടെ റിഫ്ലക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിലും, വെദർ ഇറ്റ് വുഡ് ബി ഇൻ എ പ്ലെയിൻ മിറർ അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ മിറർ, ഏത് ഇന്റർഫേസിൽ ഒരു റിഫ്ലക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആംഗിൾ ഐ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ആർ. ഇതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? യെസ്. അങ്ങനെയെങ്കിൽ വാട്ട് ആർ സ്ഫെറിക്കൽ മിറേഴ്സ്? നമ്മൾ പറഞ്ഞു പ്ലെയിൻ മിറേഴ്സ് ഉണ്ട്. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന മിറർ. അപ്പോൾ ആരാ സ്ഫെറിക്കൽ മിറർ? സ്ഫിയർ പോലെ നിൽക്കുന്ന മിറർ. യു ഗോട്ട് മീ? സോ എന്താണ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറേഴ്സ് ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസസ് ആർ സ്ഫെറിക്കൽ. അവരുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് സ്ഫെറിക്കൽ ഷേപ്പിലാണ്. സ്ഫെറിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ ഷേപ്പിലാണ് അവരുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് വരുന്നത്. നമ്മുടെ പ്ലെയിൻ മിറർ എങ്ങനെയാ, നേരെ വരുന്നു, ഓ മൈ ഗോഡ് പോയി, നേരെ വരുന്നു, ഇതാണ് നമ്മളുടെ പ്ലെയിൻ മിറർ. റൈറ്റ്? അപ്പോൾ സ്ഫെറിക്കൽ മിറർ എന്ന് പറയുമ്പോൾ ആളുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വുഡ് ബി എ കർവ്ഡ് സർഫസ്. കണ്ടോ, ഇങ്ങനെ കർവ്ഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇതാണ് സർഫസ്. പക്ഷേ അതിൽ ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആവാം, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആവാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് മിറർ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അങ്ങനെ രണ്ട് ടൈപ്പ് മിററുകളാണ് കോൺവെക്സ് മിറർ ആൻഡ് ദ കോൺകേവ് മിറർ. ക്ലിയർ അല്ലേ? അപ്പോൾ ആരാണ് കോൺകേവ് മിറർ? കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ സൈഡിൽ, ഉള്ളിൽ നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് വരുന്ന മിററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കുനുകുനാ ഇടുന്നത് എന്തിനാ? അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നില്ല. ഇവിടെ റിഫ്ലക്ഷൻ നടക്കുന്നത് എവിടെ മാത്രം? ഒരൊറ്റ സൈഡിൽ. മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം, നമ്മളുടെ കണ്ണാടി, വീട്ടിലുള്ള സാധാരണ പ്ലെയിൻ മിറർ, നിങ്ങൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജ് കാണും. ബാക്ക് പോയി എന്നാൽ കാണൂല. അപ്പം മിററിൻ്റെ ഒരു സൈഡ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിരിക്കുള്ളൂ. സോ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇഫ് ഇറ്റ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്സ് അല്ലെങ്കിൽ കർവ്ഡ് ഇൻവേർഡ്സ്, ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുന്ന റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് എന്ത് പറയും? കോൺകേവ് മിറർ എന്ന് നമ്മൾ വിളിക്കും. റെഡി? ഇനി സപ്പോസ് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേർഡ്സ് ആണ്, റിഫ്ലക്റ്റിംഗ് സർഫസ് കിടക്കുന്നത് പുറത്താണ്, അങ്ങനെയെങ്കിൽ ഈ മിററിനെ നമ്മൾ എന്ത് പറയൂടാ? കോൺവെക്സ് മിറർ എന്ന് നമ്മൾ വിളിക്കും. രണ്ട് മിറേഴ്സ് ക്ലിയർ ആണല്ലോ. സോ വി ഹാവ് എ കോൺകേവ് മിറർ, വി ഹാവ് എ കോൺവെക്സ് മിറർ. റെഡി അല്ലേ? ഇനി ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ സ്വന്തം കൂട്ടുകാർ. ഓക്കെ,
സോ ഈ മിറേഴ്സിന്റെ റിഫ്ലക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ലൈറ്റ് വരുന്നത്, ഹിറ്റ് ചെയ്യുന്നത്, പോകുന്നത് എന്നൊക്കെ പഠിക്കുന്നതിന് മുന്നേ ഈ മിററുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താ, മിസ് അപ്പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളോട് മക്കളെ പോൾ അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മക്കൾ ഇങ്ങനെ നോക്കി നിൽക്കും, എന്താ മിസ് ഈ പറയണേ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മിറേഴ്സ് എന്താന്ന് പഠിക്കുന്നതിന് മുന്നേ മിറേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. റെഡി ഫോർ ദാറ്റ്? സോ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് പോളാണ്. ഓക്കെ, അപ്പോൾ ഈ ടേംസ് പറയുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞത് ഒരു സ്ഫെറിക്കൽ മിററാണ്. അപ്പോൾ ഈ സ്ഫെറിക്കൽ മിറർ, ഈ മിററിന്റെ ഷേപ്പ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ മിററിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഫെറിക്കൽ ഷേപ്പ് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നത്, സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഫെറിക്കൽ മിറേഴ്സ്, കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ സ്ഫിയറിന്റെ ഒരു പാർട്ടാണ് ഈ പറയുന്ന മിറേഴ്സ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്പൂൺ ഇല്ലേടാ, സ്പൂണിൻ്റെ ഒരു സൈഡ് കോൺകേവ് ആണ്, ഒരു സൈഡ് കോൺവെക്സ് ആണ്, അങ്ങനെ നിങ്ങൾ അയച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്ഫിയറിൻ്റെ പാർട്ടാണ് എന്ത്, ഒരു മിറർ എന്ന് അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഫിയർ മൊത്തത്തിൽ കിട്ടും. അപ്പോൾ ആ സ്ഫിയർ, ഇപ്പം നിങ്ങളൊരു ക്രിക്കറ്റ് ബോൾ, ഓക്കെ, ഒരു ക്രിക്കറ്റ് ബോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഒരു ക്രിക്കറ്റ് ബോൾ നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഇത്രയും ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തു. ഈ കിട്ടിയ കഷ്ണം ഉണ്ടല്ലോ, അതാ ഈ കഷ്ണം ഇത് 3D ഇമേജ് ആക്കിയിട്ട് വരയ്ക്കാൻ മിസ്സിന് അറിയാത്തതുകൊണ്ടാണ്. ഈ കഷ്ണമല്ലടാ, ഈ കഷ്ണത്തിൻ്റെ ഉള്ളിലെ ഭാഗം ആരാണ്, കോൺകേവ് മിറർ, പുറത്തെ ഭാഗം ആരാണ്, കോൺവെക്സ് മിറർ. കണ്ടോ, ഇതാണ് സ്ഫെറിക്കൽ മിററിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവരുടെ വീട്ട് ബന്ധപ്പെട്ടുള്ള ടേമിൽ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് പോളാണ്. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അപ്പോൾ നമ്മുടെ കോൺവെക്സ് മിറർ ആണെങ്കിലും കോൺകേവ് മിറർ ആണെന്നുണ്ടെങ്കിലും റിഫ്ലക്റ്റിംഗ് സർഫസ് ഒന്നുകിൽ ഉള്ളിൽ അല്ലെങ്കിൽ പുറത്താണ്ടാവാം. ഇതിൻ്റെ ഈ സെൻറ്റർ ഉണ്ടല്ലോടാ, ഈ സെൻറ്ററിന് നമ്മൾ പറയുന്ന പേരാണ് പോൾ, ക്യാപിറ്റൽ P എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് പറഞ്ഞു നിങ്ങളോട്, നമ്മളുടെ ഈ സ്ഫെറിക്കൽ മിറേഴ്സ് കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും നമ്മൾ അവരെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ഫുൾ സ്ഫിയർ കിട്ടും എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫുൾ സ്ഫിയർ ഉണ്ടല്ലോ, ആ സ്ഫിയറിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സപ്പോസ് ഇത് നമ്മുടെ ഒരു കോൺവെക്സ് മിറർ ആയിക്കോട്ടെ, ഇത് നമ്മളുടെ ഒരു കോൺവെക്സ് മിറർ. ഓക്കെ, ഇതാണ് നമ്മളുടെ കോൺവെക്സ് മിറർ. ഈ കോൺവെക്സ് മിററിനെ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക, നമ്മളുടെ കോൺവെക്സ് മിററുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ സ്ഫിയർ കിട്ടുക. ഇതൊരു സ്ഫിയർ ആണല്ലോ, ആ സ്ഫിയറിന് ഒരു സെൻറ്റർ ഉണ്ടല്ലോ, ദേ ഇതാണ് ആ സ്ഫിയറിൻ്റെ സെൻറ്റർ. ആ സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ അഥവാ C എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് മക്കൾ പറ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഈ സ്ഫിയറിന് ഒരു റേഡിയസ് ഇല്ലേ, റേഡിയസ് ഉണ്ട്, ഈ കാണുന്നതാണ് ആ റേഡിയസ് അല്ലേ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരച്ച റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞത് എന്താണടാ, അതിൻ്റെ റേഡിയസ് അല്ലേ ആ സ്ഫിയറിൻ്റെ. ആ റേഡിയസിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ, ക്യാപിറ്റൽ R എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? റെഡി. ഇനി അടുത്ത ടേം ആണ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു ലൈൻ വിച്ച് ഇസ് പാസിങ് ത്രൂ പോൾ ആൻഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു മിററാണ്, ഇതാണ് നമ്മുടെ പോള്, ഇതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഞാൻ എന്ത് ചെയ്യാണ്, ഈ പോളിനെയും സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുകയാണ്. ഒരു ഇമേജിനറി ലൈനാണ്. നിങ്ങൾ വിചാരിക്കരുത് ഒരു മിറർ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ലൈനൊക്കെ കിട്ടുന്നതെന്നല്ല. ദിസ് ഇസ് എൻ ഇമേജിനറി ലൈൻ. എന്തിനാണ്, നമുക്ക് ഈ ഇമേജ് ഫോർമേഷനും ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഇമേജ് കിട്ടുക എന്നൊക്കെ പഠിക്കാൻ വേണ്ടി, നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പറയുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പോളും സെൻറ്റർ ഓഫ് കർവേച്ചറും കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, അതൊരു ഇമേജിനറി ലൈൻ ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു, പോൾ എന്താണെന്ന് പഠിച്ചു, സെൻറ്റർ ഓഫ് കർവേച്ചർ കണ്ടു, റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മൾ കണ്ടു, ആൻഡ് നൗ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ കണ്ടു. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം. ഏതൊരു മിററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടേം ആണ് അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് 2 ടൈപ്പ് മിറേഴ്സ് ഉണ്ട്, കോൺകേവ് മിറർ ഉണ്ട്, കോൺവെക്സ് മിറർ ഉണ്ട്. ശ്രദ്ധിക്കടാ, ഇപ്പോൾ കോൺകേവ് മിററിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഒരു കോൺകേവ് മിറർ. നിങ്ങൾക്കറിയാം റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളിലാണുള്ളത്. ഓക്കെ, സോ ഇത് നമ്മളുടെ എന്താണ്, ഇവിടെ ഞാനൊരു C മാർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഒരു മിററാണ്, ആ മിററിന് എന്തുണ്ടാവും, ഒരു സ്ഫിയർ ഉണ്ടാകും. ആ സ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ C ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇത് നമ്മുടെ P ആണ്, പോള്. ഓക്കെ, ഈ പോളിനെയും സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ലൈൻ അങ്ങ് വരച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, സപ്പോസ് കുറേ ലൈറ്റ് റേസ് വരികയാണ്. അങ്ങനെ വന്ന ലൈറ്റ് റേസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതാ 1 2 കണ്ടോ, 3 4. ഒബ്വിയസ്ലി ഇവരെല്ലാവരും തട്ടുന്നത് എവിടെയാണ്, കോൺവെക്സ് മിററിൻ്റെ
റിഫ്ലക്റ്റിംഗ് സർഫസ് കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിലാണ്. ഇവിടെ തട്ടുമ്പോൾ എന്ത് നടക്കും? റിഫ്ലക്ഷൻ നടക്കും. ഈ കോൺകേവ് മിററിന്റെ ഷേപ്പ് എങ്ങനെയാ? ഇങ്ങനെ. അതുകൊണ്ട് തന്നെ റിഫ്ലക്ഷന് ശേഷം ഇവരെന്താ ചെയ്യുക? ഉള്ളിലേക്ക് ഇങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം കോൺകേവ് മിററിന്റെ കേസിൽ ഈ ലൈറ്റ് റേസ് എല്ലാവരും കൂടെ വന്നിട്ട് ദേ ഒരു പോയിന്റിൽ വന്നിട്ട് ഇങ്ങനെ പോവാ. കണ്ടോ? എല്ലാവരും ഇവിടെ വന്ന് ഒപ്പിട്ടിട്ടാണ് പോണത്. എല്ലാവരും ഓരോരുത്തരുടെ വഴിക്ക് പോകുന്നില്ല. എല്ലാവരും ഒരു പോയിന്റിൽ വന്നിട്ട് ഒപ്പിട്ടിട്ട് സൈനൊക്കെ ഇട്ടിട്ട് ഓക്കെ ബൈ എന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പിരിയാണ്. ഓക്കെ, അങ്ങനെ വന്ന് ഒപ്പിടുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോടാ, ഈ പോയിന്റ് അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഡെഫിനിഷനിൽ വ്യത്യാസം വരും. കാരണം നിങ്ങൾ നോക്കുക, ഇത് കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിററിന്റെ ഒരു ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ കോൺവെക്സ് മിറർ. ഓക്കെ, കോൺവെക്സ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്താണുള്ളത്. അപ്പോൾ ഇയാളുടെ സി ഒക്കെ എവിടെ ഉണ്ടാവുക? അപ്പുറത്തെ സൈഡിൽ. ഐ റൈറ്റ്? അതായത് സ്ഫിയർ ഇങ്ങനെ പോവുക. അപ്പോൾ സി എവിടെ ഉണ്ടാവും? സി ഏകദേശം ഇവിടെ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അവിടെ ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പം നമ്മുടെ ലൈറ്റ് റേസ് വരില്ല, ഇവിടുന്ന് മാത്രമേ ലൈറ്റ് റേ വരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ലൈറ്റ് റേ വന്നിട്ട് കാര്യമുണ്ടോ? അവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇല്ല. അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് റേസ് ഇങ്ങനെ വന്നിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ കോൺവെക്സ് മിററിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ ഇവർ ഉള്ളിലേക്കല്ല വിടുക, ഇവരെന്താ ചെയ്യുക? ഇങ്ങനെ പുറത്തേക്ക് പോണ പോലെയാണ് എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, സോ ഈ ലൈറ്റ് റേ വരുന്നു, ഇവരെന്ത് ചെയ്യുന്നു? ഇറ്റ് റിഫ്ലക്ട്സ് ബാക്ക്. കണ്ടോ? ഇവരെല്ലാവരും ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവരാരും എന്ത് ചെയ്യുന്നില്ല. ഇതാ റിഫ്ലക്ഷന് ശേഷം ഇങ്ങോട്ട് പോവാണ്, എല്ലാവരും ഇങ്ങോട്ട് പോകും. ഇവിടെ ആരും ഒന്നും ഒപ്പിടണമൊന്നുമില്ല അല്ലേ, എല്ലാവരും ഓരോരുത്തരുടെ വഴിക്ക് പോവാണ്. പക്ഷെ അപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവർ നമ്മളറിയാതെ നമ്മൾ പോലും അറിയാതെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒപ്പിട്ട് പോകുന്നുണ്ട്. കണ്ടോ ഈ പോയിന്റ് കണ്ടോ? യെസ്, കോൺവെക്സ് മിററിൻ്റെ അകത്ത് ലൈറ്റ് റേസ്, റിഫ്ലക്റ്റഡ് റേസ് അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്. ശരിക്കും വരികയാണോ? അല്ല, വരുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. ഓക്കെ, സോ കോൺവെക്സ് മിററിന്റെ കേസിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് അപ്പിയേഴ്സ് ടു കം ഫ്രം എ പോയിന്റ്, അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്. ആ പോയിന്റിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. എന്നാൽ കോൺകേവിന്റെ കേസിലോ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് കൺവേർജ് ടു എ പോയിന്റ്. ശരിക്കും വന്നിട്ട് ഒപ്പിട്ട് പോവാണ്, കൺവേർജ് ടു എ പോയിന്റ്. ആ പോയിന്റിനെയാണ് നമ്മൾ കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ എന്താ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. എടാ, ഈ പോളും സെൻറ്റർ ഓഫ് കർവേച്ചറും, ഇത് സ്ഫിയറിൻ്റെ സെൻറ്റർ ആണ്, ഇത് പോളാണ്. ഇവിടുന്ന് ഇവരുടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്താ? നിങ്ങൾ പറ. സ്ഫിയറിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ പി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ഈ പി മുതൽ എഫ് വരെ, ഈ എഫ് എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? സിയുടെയും പിയുടെയും ഇടയിലാണ് ആരുണ്ടാവുക? എഫ് ഉണ്ടാവുക. അപ്പോൾ ഈ പി നമ്മുടെ പോൾ സെൻറ്റർ ഓഫ് ദ മിററും എഫ് എവിടെയാണോ വരുന്നത് അവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ എഫ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് കോൺവെക്സ് മിററിലാണെന്നുണ്ടെങ്കിൽ എഫ് ഇവിടെയാണ് വരിക. ക്ലിയർ ആണോ? ഈ പോയിന്റിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആരാണ് റിയൽ, ആരാണ് വെർച്വൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെർച്വൽ ആൻഡ് ഡിറക്റ്റ്, റിയൽ ആൻഡ് ഇൻവെർട്ടർ എന്നൊക്കെ? ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇവിടെ നമ്മുടെ ലൈറ്റ് റേസ് എല്ലാവരും റിയൽ ആയിട്ട് ഇവിടെ വന്ന് മീറ്റ് ചെയ്യാണ് ആണല്ലോ. അതുകൊണ്ടാണ് ഈ പോയിന്റിനെ നമ്മൾ റിയൽ പോയിന്റ് എന്നാണ് പറയാം. ഇവിടെ ലൈറ്റ് റേസ് വിൽ ആക്ച്വലി മീറ്റ് ടുഗെദർ. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിലോ ശരിക്കും മീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ വെർച്വലി അവരെ മീറ്റ് ചെയ്യിപ്പിച്ചതാണ്. റൈറ്റ്? സോ അതുകൊണ്ടാണ് ഈ പോയിന്റ് എന്താണ്? ഇറ്റ്സ് എ വെർച്വൽ പോയിന്റ്. ഇമേജിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റേസ് വന്ന് ആക്ച്വലി മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ റിയൽ ഇമേജ് കിട്ടുന്നത്. ആക്ച്വലി മീറ്റ് ചെയ്യുന്നില്ല, അവരെ വെർച്വലി നമ്മൾ മീറ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് വെർച്വൽ ഇമേജ് കിട്ടുന്നത്. എക്സാക്ട്ലി റെഡി? സോ ഇതാണ് നമ്മളുടെ മിറേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ് എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചർ ആണ്. അപ്പച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇതേ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഡയമീറ്റർ, അതായത് ഇതിപ്പോൾ എ ബി എന്ന് പറഞ്ഞൊരു മിറർ ആണെന്നുണ്ടെങ്കിൽ ഈ എ ബി ആണ് നമ്മളുടെ അപ്പച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ടേംസ് ആണ് നമുക്ക് മിറേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ കംപ്ലീറ്റ് ഒരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ കോൺവെക്സ് മിറർ, ദിസ് ഇസ് എ കോൺകേവ് മിറർ. ഓക്കെ, സോ കോൺവെക്സ് മിററിന്റെ കേസിൽ നമുക്കറിയാം റിഫ്ലക്റ്റിംഗ് സർഫസ് എവിടെയാ? പുറത്താണ് വരുന്നത് അല്ലേ? റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്താണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെയാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് കേട്ടോ, ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇല്ല. ഓക്കെ, പക്ഷെ ഇവരുടെ നമ്മൾ മിററിനെ ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ഒരു സ്ഫിയർ ആയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ സി എവിടെ വരും? ഇവിടെ വരും. എഫ് എവിടെ വരും? ഇവിടെ വരും. പി എവിടെ വരും? ഇവിടെ വരും. നമ്മൾ കോൺവെക്സ് മിററിനെ നോക്കുമ്പോൾ ആളുടെ എഫ് സി ഒക്കെ എവിടെയാണ് വരുന്നത്? ബിഹൈൻഡ് ദ മിററാണ്, മിററിൻ്റെ ബാക്കിലാണ്, നമ്മൾ കാണുന്ന പോലും ഇല്ല.
റൈറ്റ്. പക്ഷെ നേരെ മറിച്ച് കോൺകേവ് മിററിന്റെ കേസിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് വരുന്നത് ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് ചെയ്യാണ്, സ്ഫിയറിനെ വെച്ചിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ആളുടെ സെന്റർ ഓഫ് കർവേച്ചർ ദാ സി ഇവിടെ വരും. ഓക്കെ, എഫ് ഇവിടെ വരും, സിയുടെയും പിയുടെയും ഇടയിലായിട്ട് എഫ് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവരുടെ എഫും സിയും ഒക്കെ എവിടെ വരുന്നത്, മിററിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെയാണ് മിറർ കിടക്കുന്നത്, ഇതാണ് പുറത്തെ ഭാഗം. ഓക്കെ, സോ കോൺകേവ് മിററിന്റെ കേസിൽ എഫ് സി എല്ലാം വരുന്നത് എവിടെയാണ്, മിററിന്റെ ഫ്രണ്ടിലാണ്. പക്ഷെ കോൺവെക്സ് മിററിന്റെ കേസിൽ എഫ് സി ഒക്കെ വരുന്നത് എവിടെയാണ്, മിററിന്റെ ബാക്കിലാണ്. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ മിററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയട്ടെ, മിസ് ഇവിടെയൊക്കെ എഫ് സി പി ഒക്കെ മാർക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് തോന്നിയോ എന്ത്, ഈ എഫ് എന്ന് പറയുന്ന ആള് സിയുടെയും പിയുടെയും നേരെ സെൻറ്ററിലാണ് കിടക്കുന്നതെന്ന്? തോന്നലല്ല, സത്യമാണ്. എഫ് കിടക്കുന്നത് എവിടെയാണ്, പിയുടെയും സിയുടെയും ഏറ്റവും സെൻറ്ററിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പി സി തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താന്ന് പറഞ്ഞത്, ആറാന്ന് പറഞ്ഞു. ഓക്കെ, ഈ ആറിൻ്റെ ഏറ്റവും ഹാഫ് അല്ലെങ്കിൽ പകുതിക്കാണ് ആര് കിടക്കുന്നത്, എഫ് കിടക്കുന്നത്. റെഡി? അപ്പം നമുക്ക് എന്ത് പറയാം, ഈ എഫ് എന്ന് പറയുന്നത് എന്താണ്, ആറിൻ്റെ പകുതിയാണ്. എഫ് എന്ന് പറയുന്നത് ആറിൻ്റെ ഹാഫ് ആണ്. സോ എഫ് ഈക്വൽ ടു ആർ ബൈ 2, ഓർ എൽസ് ഈ 2നെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആർ ഈക്വൽ ടു 2F എന്ന് പറയാം. റെഡി? സോ ഇങ്ങനെ ഒരു റിലേഷൻ കൂടെ ഇവിടെയുണ്ട്. ഇനി ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ പഠിച്ച ടേംസ് ഒക്കെ അല്ലേ അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും. അതേപോലെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, ആർ ഈക്വൽ ടു 2F, നിങ്ങൾക്ക് ചിലപ്പോൾ ആറ് തരും എന്നിട്ട് നിങ്ങളോട് എഫ് കണ്ടുപിടിക്കാൻ പറയും, ചിലപ്പോൾ എഫ് തരും എന്നിട്ട് നിങ്ങളോട് ആറ് കണ്ടുപിടിക്കാൻ പറയും. ഗോട്ട് ദ പോയിന്റ്? സോ അങ്ങനെ എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന കോൺവെക്സ് മിററിലും കോൺകേവ് മിററിലും ഉണ്ടാകുന്ന ഇമേജ് ഫോർമേഷനെ കുറിച്ചാണ്. ഇപ്പോൾ ഇമേജ് ഫോർമേഷൻ നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, നമുക്കിൽ പിടിച്ച ഒരു കോൺവെക്സ് മിറർ, പിടിച്ച ഒരു കോൺകേവ് മിറർ, എന്നിട്ട് ഞാൻ അവിടെ വെച്ച ഒബ്ജക്റ്റ്, ഇവിടെ വെച്ച ഒബ്ജക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വരച്ച് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം അന്തം വിടും. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ദർ ഇസ് എ പർട്ടിക്കുലർ എന്താ പറയുക, കുറച്ച് ലോസ് ഉണ്ട്. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇൻ ദാറ്റ് മിറർ. ഇപ്പോൾ കോൺവെക്സ് മിററിലും കോൺകേവ് മിററിലും ഒരു പ്രത്യേക ഡയറക്ഷനിൽ ലൈറ്റ് റേസ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമാണ് എന്ത് ചെയ്യുക, റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോവുക. അങ്ങനെയുള്ള 4 ലോസ് ഉണ്ട്, അല്ലെങ്കിൽ റേ ഡയഗ്രംസ്. ഓക്കെ, സോ റേ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റേസ് വെച്ചിട്ട് മിററൊക്കെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രത്തിനെയാണ് റേ ഡയഗ്രം എന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ്റെ കുറച്ച് റൂൾസ് നമ്മൾ പഠിക്കും. ആ റൂൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ഫോർമേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്കാം, representation of images formed by spherical mirrors using ray diagrams. അപ്പോൾ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റേ ഡയഗ്രംസ് ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. സോ ആദ്യത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കോൺവെക്സിനും കോൺകേവിനും 2 റൂളാണ് വരിക. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആ പ്രിൻസിപ്പൽ ഫോക്കസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മളുടെ കോൺകേവ് മിററിൻ്റെ കേസിൽ എവിടെയാണ് വരുന്നത്, മിററിൻ്റെ ഫ്രണ്ടിലാണ്. പക്ഷെ കോൺവെക്സിൻ്റെ കേസിൽ എവിടെയാണ് ഉള്ളത്, മിററിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഇവരുടെ റൂൾസ് ഒക്കെ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് കോൺകേവ് മിററിൽ ഒന്നാമത്തെ റൂള്. ഓക്കെ, റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സ്ഥലത്ത് ഒബ്ജക്റ്റ് വെക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് വന്നിട്ട് മിററിൽ ഹിറ്റ് ചെയ്യുന്നു. അതിനുശേഷം റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നു. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്ന ലൈറ്റ് റേസ് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെയാണ് എന്തുണ്ടാവുന്നത്, ഇമേജ് ഉണ്ടാവുന്നത്. ഗോട്ട് ദ പോയിന്റ്? അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, എവിടെയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഓരോ സ്ഥലത്ത് ഒബ്ജക്റ്റിനെ വെച്ച് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് പോയിന്റുകൾ ഏതൊക്കെയാണ് ഉള്ളത്, സി, എഫ്, പി ഒക്കെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഇൻഫിനിറ്റി കൊണ്ടുപോയിട്ട് വെക്കും, പിന്നെ സീൻ്റെ കുറച്ച് അപ്പുറത്ത്, പിന്നെ സിയിൽ, പിന്നെ സീൻ്റെ എഫിൻ്റെ ഇടയിൽ, പിന്നെ എഫിൻ്റെ ബീൻ്റെ ഇടയിൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നോക്കുകയാണ് ചെയ്യാം. അപ്പോൾ ആ ഇമേജ് ഫോർമേഷൻ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ റേ ഡയഗ്രംസ് നമ്മൾ അറിയണം. അപ്പോൾ ഒന്നാമത്തെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലൈറ്റ് റേ വരികയാണ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. കോൺകേവ് മിററിൽ അതെന്ത് ചെയ്യും, ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാസ് ചെയ്ത് തിരിച്ചു പോകും. ഗോട്ട് ഇറ്റ്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ മിസ് ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്? അതൊരു കോൺകേവ് മിററിൽ നമ്മൾ ലൈറ്റ് റേ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു നോർമൽ വരയ്ക്കാം. ഓക്കെ, ഈ ലൈറ്റ് റേക്ക് ഈ മിററിൻ്റെ പിന്നെന്താ പറയുക, സർഫസിൽ നമ്മളൊരു നോർമൽ വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഈ നോർമലും ഇൻസിഡൻറ്റ് റേ തമ്മിലുള്ള ആംഗിൾ എന്താണ്, ഐ ആണ്. ഓക്കെ, ഇതേ ആംഗിളിലാണ് റിഫ്ലക്റ്റഡ് റേ തിരിച്ചു പോവുക. നിങ്ങൾ ഇത്രയും ആംഗിൾ ഇവിടെ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ലൈറ്റ് റേ വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എഫ് കൂടെ തന്നെയാണ് തിരിച്ചു പോവുക. അപ്പോൾ ഇത് നമ്മൾ വെറുതെ പറയുന്ന റൂൾസ് ആണ്, നിങ്ങൾ വിചാരിക്കരുത്. ഇത് ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ എന്നൊക്കെയുള്ള കൺസെപ്റ്റിൽ വരുന്ന റൂളുകളാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ. അതിൻ്റെ പ്രൂഫ് നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഇത് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. സോ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺകേവ് മിററിൻ്റെ കേസിലാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടൊരു ലൈറ്റ് റേ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, എഫിലൂടെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ
റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. എന്നാൽ കോൺവെക്സ് മിററിന്റെ കേസിൽ നിങ്ങൾ നോക്കാം. കോൺവെക്സ് മിററിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടൊരു ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? പറ്റൂല. ഇത് മിററാണ്. അപ്പോൾ റിഫ്ലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെയാണ് പുറത്തേക്ക് പോവുക. പക്ഷേ ഇറ്റ് അപ്പിയേഴ്സ് ടു കം ഫ്രം ദി പ്രിൻസിപ്പൽ ഫോക്കസ്. കണ്ടോ, കോൺവെക്സിന് എല്ലാം അങ്ങനെയാണ്, അപ്പിയേഴ്സ് ടു ആണ്, ശരിക്കും വരില്ല. ഓക്കെ, സോ കോൺകേവിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പോകുന്നു. കോൺവെക്സിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നു. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഉൾട്ട. അപ്പം നമ്മൾ പഠിച്ചതിന് നേരെ ഉൾട്ട. അതായത് എഫിലൂടെ വന്നാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. നേരത്തെ പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ എഫിലൂടെ പോകും. ഇപ്പം എഫിലൂടെ വന്നാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. ഇവിടെയാണെന്നുണ്ടെങ്കിലോ എഫിലേക്ക് വന്നാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് തിരിച്ചു പോകും കോൺവെക്സിന്റെ കേസിൽ. ഇനി മൂന്നാമത്തെ റൂള് വളരെ സിമ്പിൾ. സിയിലൂടെ വന്നാൽ സിയിലൂടെ തന്നെ തിരിച്ചു പോകും. വേറെ ഒരു പരിപാടിയില്ല. നേരെ സിയിലൂടെ വരിക, സിയിലൂടെ തന്നെ തിരിച്ചും പോകും. ദർ ഇസ് നോ ഡീവിയേഷൻ. എവിടെ? കോൺകേവിന്റെ കേസിൽ. ഇനി കോൺവെക്സിലാണെന്നുണ്ടെങ്കിൽ സിയിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? തിരിച്ച് പോകും എന്നുള്ളതാണ് മൂന്നാമത്തെ ലോ. ഇനി നാലാമത്തെ ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ലിക്കായിട്ട് വന്ന് ഹിറ്റ് ചെയ്യാണ്. അതായത് നേരെ കുത്തനെ വന്നിട്ട് ഇങ്ങനെ പോളിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യാണ്. അങ്ങനെ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ എന്നുള്ള കൺസെപ്റ്റിൽ ഒബ്ലിക്കായിട്ട് തന്നെ എന്ത് ചെയ്യും? സാധനം തിരിച്ചു പോകും. അതിന് കോൺവെക്സിലാണെന്നുണ്ടെങ്കിലോ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ തിരിച്ചു പോകുന്നു. ഈ 4 റൂൾസ് അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇമേജ് ഫോർമേഷൻ സിമ്പിളായിട്ട് വരയ്ക്കാം. അപ്പം മിസ് പറഞ്ഞു റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇമേജ് ഉണ്ടാകുന്നതെന്ന് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എത്ര എണ്ണം വേണം, എത്ര റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യണം നിങ്ങൾ ചോദിക്കും. മിനിമം 2. അപ്പോൾ എൻ്റെ മക്കൾ ഓവർ സ്മാർട്ടായിട്ട് കുറേ എണ്ണം വരയ്ക്കേണ്ട ആവശ്യമില്ല, ആകെ 2 എണ്ണം വരച്ചാൽ മതി. ഓക്കെ, സോ എങ്ങനെയാണ് ആ ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമേജ് ഫോർമേഷനൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കോൺകേവ് മിററിൻ്റെത് പഠിക്കാനുണ്ട്, പിന്നെ നമുക്ക് കോൺവെക്സ് മിററിൻ്റെത് പഠിക്കാനുണ്ട്. പക്ഷെ കോൺകേവ് മിററിൽ നമുക്ക് 6 കേസസ് ഉണ്ട്. പക്ഷെ കോൺവെക്സ് മിററിലോ ആകെ 2 കേസുള്ളൂ. അതിൻ്റെ റീസൺ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, കോൺകേവ് മിററിൻ്റെ കേസിൽ നിങ്ങൾ നോക്കാം. കോൺകേവ് മിററിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇമേജ് വെക്കാം? ഇൻഫിനിറ്റിയിൽ വെക്കാം, സിയുടെ പുറത്ത്, സിയുടെ മുകളിൽ, സീൻ്റെ എഫിൻ്റെ ഇടയിൽ, എഫിയുടെ പിയുടെ ഇടയിൽ, ഇങ്ങനെ കുറേ സ്ഥലങ്ങളില്ലേ? 6 സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റിനെ വെക്കാൻ പറ്റും. എന്നാൽ കോൺവെക്സിലോ മൂപ്പരുടെ എഫും സിയും ഒക്കെ ബാക്കിലാണ്. നമുക്ക് വെക്കാൻ എവിടെയുള്ളൂ? ഒന്നുകിൽ ഇൻഫിനിറ്റിയിൽ, അല്ലെങ്കിൽ ഇൻഫിനിറ്റിൻ്റെയും പിൻ്റെ ഇടയിൽ. കണ്ടോ? അപ്പോൾ കോൺവെക്സിൽ നമുക്ക് ആകെ 2 കേസേ ഉള്ളൂ. കോൺകേവിൽ നമുക്ക് 6 കേസസ് പഠിക്കാനുണ്ട്. റെഡി? സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഇത് പഠിക്കാൻ പറ്റും കേട്ടോ. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റിയിലാണ് കൊണ്ടുപോയിട്ട് വെക്കുന്നത്. സോ ഇതെല്ലാം നമ്മൾ ആ റൂൾസ് വെച്ചിട്ടാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസിനെ നമ്മൾ മീറ്റ് ചെയ്യിപ്പിക്കുന്നത്. സോ ടൈം വളരെ കുറവായതുകൊണ്ടാണ് മിസ് വരച്ച് കാണിക്കാത്തത്. ഇഫ് പോസിബിൾ നമ്മൾ ഇതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, വരച്ചിട്ട് തന്നെ ചെയ്യുന്നത്. സോ അറ്റ് ഇൻഫിനിറ്റിയിലാണ് നിങ്ങൾ ഒബ്ജക്റ്റ് വെക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ ഇൻഫിനിറ്റിയിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. ഇങ്ങനെ ഇൻഫിനിറ്റിയിൽ വെച്ചൊരു ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് ഉണ്ടല്ലോ, എങ്ങനെ തലകുത്തി മറിഞ്ഞ് വന്നു കഴിഞ്ഞാലും മിററിലേക്ക് എത്തുമ്പോൾ അത് എന്തായിട്ട് മാറും? പാരലൽ ലൈറ്റ് റേസ് ആയിട്ട് മാറും. അതായത് പല ഷേപ്പിൽ ലൈറ്റ് റേസ് വരും. ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. പക്ഷേ ഒരു കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടല്ലേ വരുന്നത്? ഇൻഫിനിറ്റിയിലാണല്ലോ. അപ്പോൾ മിററിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവരും കൂടെ പാരലൽ ലൈറ്റ് റേസ് ആയിട്ട് മാറും. സോ ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാം മിററിൽ എത്തുമ്പോൾ എന്താണ്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഈ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് 2 ലൈറ്റ് റേസ് വരയ്ക്കാം. ഓക്കെ, ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ് ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ റിഫ്ലക്ഷൻ, നിങ്ങൾക്കറിയാം പാരലൈറ്റ് വന്നു കഴിഞ്ഞാൽ എഫിലൂടെ പോകും. ഇയാളും എഫിലൂടെ പോയി. 2 പേരും കൂടെ കൂട്ടിമുട്ടുന്നത് എവിടെയാ? എഫിൽ അല്ലേ? വരയ്ക്കാൻ മാത്രം, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇവിടെ വരയ്ക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്താണ്? പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ്. മനസ്സിലായോ? ഇതെല്ലാം മിസ് ഒരു ടേബിളിലാക്കി തരും കേട്ടോ, അതുകൊണ്ട് ഇവിടെ എഴുതാത്തത്. പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ്. പിന്നെ ഇത് ലൈറ്റ് റേസ് റിയൽ ആയിട്ടാണോ മീറ്റ് ചെയ്യുന്നത്? ആണ്. അതുകൊണ്ട് ആദ്യം പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ്. പിന്നെ ലൈറ്റ് മീറ്റ് ചെയ്യുന്നത് റിയൽ ആയിട്ടാണ്. ഈ റിയൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലൈറ്റ് റേസ് ആക്ച്വലി മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമേജ് ആണ് റിയൽ ഇമേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു സ്ക്രീൻ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. അങ്ങനെ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമേജ്, ഈ പോയിന്റ് സൈസ്ഡ് കുഞ്ഞ് ഇമേജ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റും. അതാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. എന്നാൽ വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല മീറ്റ് ചെയ്യുക, വെർച്വലി മീറ്റ് ചെയ്യും. നമ്മൾ കോൺവെക്സിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് കണ്ടില്ലേ, അതേപോലെ വെർച്വലിയാണ് മീറ്റ് ചെയ്യുക. അവിടെ നിങ്ങളൊരു സ്ക്രീൻ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ വെർച്വൽ എന്ന് നമ്മൾ മെയിനായിട്ട് വിളിക്കുന്നത് കേട്ടോ. സോ ഈ റിയൽ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. വെർച്വൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തലകുത്തനെ ഉണ്ടാവുക, വെർച്വൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. സോ ഇവിടെ ആക്ച്വലി റേസ് മീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതൊരു റിയൽ ഇമേജ് ആണ്. ആൻഡ് ഓൾസോ അത് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. റെഡി? ഇനി ഒരു കാര്യം കൂടി, നമ്മൾ ഇൻഫിനിറ്റിയിൽ വെച്ച ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമുക്ക് എവിടെയാണ് കിട്ടിയത്? അറ്റ് എഫിലാണ്. കണ്ടോ? അപ്പോൾ നമ്മൾ ഇമേജ് ഫോർമേഷനിൽ നമുക്ക് അറിയേണ്ടത് എന്താണ്? എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? ഇമേജിൻ്റെ വലുപ്പം എത്ര,
അതേപോലെ ഇമേജിൻ്റെ നേച്ചർ ഏതാണ്, റിയൽ ആണോ അല്ലെങ്കിൽ വെർച്വൽ ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കേസ് ബിയോണ്ട് സി ആണ്. സിയുടെ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വെക്കുകയാണ്. ഇങ്ങനെ ഏരോ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വരയ്ക്കുക. അപ്പോൾ ഒബ്ജക്റ്റിനെ വെച്ചു. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈറ്റ് റേ ഞാൻ വരച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം കേട്ടോ. ഞാൻ മിസ് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് തന്നെ വരയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങളിത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റ് വളരെ കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ സ്ഫെറിക്കൽ ഒരു മിറർ നിങ്ങൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കോമ്പസ് കൊണ്ട് ഒരു കേർവ് നിങ്ങൾ വരയ്ക്കാം. ഓക്കെ, കോമ്പസ് വെച്ചിട്ട് ഒരു നല്ലൊരു കേർവ് വരയ്ക്കുക. വരച്ചതിന് ശേഷം നിങ്ങൾ പ്രിൻസിപ്പൽ ആക്സിസ് സെൻറ്ററിൽ വെച്ചിട്ട് പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്തിടുക. എന്നിട്ട് ഈ മിററിൻ്റെ സെൻറ്റർ പി മാർക്ക് ചെയ്യുമല്ലോ. റെഡി? പി മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കെയിലിൽ ഓൾമോസ്റ്റ്, അതായത് മോസ്റ്റ്ലി നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പം എന്താ പറയുക 20 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് 20 40 എന്ന് വെച്ചിട്ട് നമുക്ക് ഇത് ആൻസർ പേപ്പറിൽ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ വരയ്ക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കോമ്പസ് വെച്ചിട്ടൊരു മിറർ വരയ്ക്കുക, അല്ലെങ്കിൽ വളയുടെ കുപ്പിയുടെ മൂടിയോ വള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ വരച്ചാലും മതി. എന്നിട്ട് അതിൻ്റെ പി മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്കെയിലിൽ പിയിൽ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 8 സെൻറ്റിമീറ്ററിലൊക്കെ സി മാർക്ക് ചെയ്യുക. ഓക്കെ, 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററിൽ സി മാർക്ക് ചെയ്യാം. അതിൻ്റെ നേരെ പകുതിക്ക്, ഇപ്പോൾ 6 സെൻറ്റിമീറ്ററിലാണ് മാർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ 3 സെൻറ്റിമീറ്ററിൽ എഫിനെ മാർക്ക് ചെയ്യാം. 8ലാണ് സി മാർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ 4 സെൻറ്റിമീറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഫിനെ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇമേജ് ഫോർമേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇമേജ് ഫോർമേഷൻ എപ്പോഴെങ്കിലും നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്താണ്, നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റ് തെറ്റുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ മെഷർമെൻറ്റ് കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും, കറക്റ്റ് പ്ലേസിൽ ഇമേജ് കിട്ടും. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഈ ഒബ്ജക്റ്റിനെ വെക്കുന്നത് ബിയോണ്ട് സി ആണ്. അപ്പോൾ ആദ്യം മിസ് കൺസിഡർ ചെയ്യുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ. എപ്പോഴും വളരെ സിമ്പിളാണ് വരയ്ക്കാൻ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ എന്ത് ചെയ്യും, പൊതുവെ എല്ലാം ആദ്യം എടുക്കും. ഈ രണ്ടാമത് മിസ് എടുക്കുന്നത് സിയിലൂടെ വരുന്ന ഒരു ലൈറ്റ് റേ ആണ്. അതെന്താ ചെയ്യുക, സിയിലൂടെ തന്നെ തിരിച്ചു പോകുന്നു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നതോ എഫിലൂടെ തിരിച്ചു പോകുന്നു. രണ്ട് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസും എവിടെ മീറ്റ് ചെയ്യുന്നു, ദാ ഈ പോയിന്റിൽ രണ്ടുപേരും കൂടെ വന്നിട്ട് ഒപ്പിടാണ് അല്ലേ. എവിടെ മീറ്റ് ചെയ്തു, ഇവിടെ മീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് ഇങ്ങനെയാണ് ഒബ്ജക്റ്റിനെ വെച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇമേജ് കിട്ടിയെന്ന് നോക്കിക്കേ. ഇതാണ് നമ്മുടെ ഇമേജ്. നിങ്ങൾ പറയണം, ഇമേജ് എവിടെയാണ് കിട്ടിയത്, ബിറ്റ്വീൻ സി ആൻഡ് എഫ് അല്ലേ. ഇനി ഇമേജിൻ്റെ സൈസ് നിങ്ങൾ പറ. ഡിമിനിഷ്ഡ് ആണ്. നമ്മുടെ ഒബ്ജക്റ്റ് ഇത്രയുണ്ട്, ഇത്രയല്ലേ ഇമേജ് ഉള്ളൂ, ഡിമിനിഷ്ഡ് ആണ്. ഇനി ഒരു കാര്യം കൂടി, ഇതെന്ത് ടൈപ്പാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. സിമ്പിൾ. ഇനി മൂന്നാമത്തെ കേസ് നോക്കടാ. മൂന്നാമത്തത് അറ്റ് സിയിലാണ് നമ്മൾ വെക്കുന്നത്. അറ്റ് സിയിൽ വെച്ചപ്പോൾ ഞാൻ ആദ്യം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്നൊരു ലൈറ്റ് റേ, പിന്നെന്താ ചെയ്യുന്നത്, എഫിലൂടെ പോകുന്നൊരു ലൈറ്റ് റേ. ഇത് രണ്ടെണ്ണമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ വരുമ്പോൾ അത് എഫ് കൂടെ തിരിച്ചു പോകുന്നു. എഫിലൂടെ വന്ന ആൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് തിരിച്ചു പോകുന്നു. രണ്ടാളും കൂടെ എവിടെ മീറ്റ് ചെയ്തു, ഇവിടെ മീറ്റ് ചെയ്തു. നമ്മൾ ഈ ഇമേജ് വരച്ചപ്പോൾ ദേ കിടക്കുന്ന ഇമേജ്. ഇനി നിങ്ങൾ പറ, സിയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്, സിയിൽ തന്നെ ഫോം ചെയ്തു. ഇനി സൈസ് പറ, സെയിം സൈസാണ്. ഇനി അതിൻ്റെ ടൈപ്പ് പറ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. സിമ്പിൾ ആണ്. നെക്സ്റ്റ് കേസ് ഏതാ, ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഒബ്ജക്റ്റിനെ വെച്ചു. ഓക്കെ, ആദ്യം മിസ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ, അത് എഫിലൂടെ തിരിച്ചു പോയി, അവിടെ നിന്നോട്ടെ. ഇനി മിസ് എടുക്കുന്നത് സിയിലൂടെ വരുന്ന ലൈറ്റ് റേ, അത് സിയിലൂടെ തന്നെ തിരിച്ചു പോകും. ഇപ്പോൾ രണ്ട് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ഇതേ കിടക്കുന്നു. എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, ഇവിടെ. കണ്ടോ, ഒബ്ജക്റ്റ് ഞാൻ വരച്ചു. നോക്കടാ, നിങ്ങൾ പറ, നമ്മൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് എന്തിനെ വെച്ചു, ഒബ്ജക്റ്റിനെ വെച്ചു. എവിടെ ഇമേജ് കിട്ടിയത്, ബിയോണ്ട് സി. കണ്ടോ, സിയുടെ പുറത്ത്. ഇനി നിങ്ങൾ പറ, സൈസ് എന്താ, എടാ അതാണ് ഒബ്ജക്റ്റ്, ഇതാണ് ഇമേജ്. എല്ലാച്ചിട്ട് വലുതായി അല്ലേ, എല്ലാച്ചിട്ട് ഇമേജ് ആണ്. ഇനി എന്ത് ടൈപ്പാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. സിമ്പിളാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിയുടെയും എഫിൻ്റെയും ഇടയിൽ വെച്ചപ്പോൾ എവിടെ നിങ്ങൾക്ക് കിട്ടിയത്, ബിയോണ്ട് സി. നേരത്തെ നമ്മൾ ബിയോണ്ട് സി വെച്ചപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇമേജ് കിട്ടിയത്, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ടണ്ടറങ്ങി. കേട്ടോ, ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്ത കേസ് അറ്റ് എഫിലാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ എഫിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈറ്റ് റേ, അത് എഫിലൂടെ തിരിച്ചു പോകുന്നു. പോയിക്കോട്ടെ. ഇനി അടുത്തത് സിയിലൂടെ ഒരു ലൈറ്റ് റേ, സിയിലൂടെ തന്നെ തിരിച്ചു പോകുന്നു. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർ രണ്ടാളോട് ഇങ്ങനെ പോകുന്ന ഏകദേശം ഇങ്ങനെ ഉണ്ടാവാം. ഇങ്ങനെയാണ് അവർ ലൈറ്റ് റേ ഉള്ളത്. അപ്പോൾ ഇവരിങ്ങനെ പോകുമ്പോൾ പോയി എവിടെയോ പോയിട്ട് ഇങ്ങനെ മുട്ടിക്കോളും. പക്ഷെ നമുക്ക് വരയ്ക്കാനൊരു പോസിബിൾ അല്ല, കാരണം സ്ഥലമില്ലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ പോയിട്ട് അവിടെ എവിടെയോ പോയിട്ട് എന്ത് ചെയ്യും, മുട്ടും. അപ്പോൾ എവിടെ മുട്ടുന്നു, ഇൻഫിനിറ്റിയിൽ. അപ്പോൾ എഫിൽ നിങ്ങൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഇമേജ് കിട്ടുന്നത്, ഇൻഫിനിറ്റിയിൽ. നമ്മൾ നേരത്തെ ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇമേജ് കിട്ടിയത്, എഫിൽ. കണ്ടോ, അതാണ് ഇവർ തമ്മിലൊരു ബന്ധം.
ഇനി നിങ്ങൾ പറ സൈസ് എന്തായിരിക്കും? എടാ അവിടെ എവിടെയോ ആണ് പോയിട്ട് മീറ്റ് ചെയ്യുന്നത്, താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ എത്ര വലിപ്പം ഉണ്ടാവും? നല്ല സൈസ് ആയിരിക്കില്ലേ? അപ്പോൾ ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും, റൈറ്റ്? ഇനി എന്ത് ടൈപ്പാന്ന് കൂടെ നിങ്ങൾ പറ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് അല്ലേ, അപ്പോൾ റിയൽ ആണ്, സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് കേസ് ബിറ്റ്വീൻ പി ആൻഡ് എഫ് വെക്കുന്നു. ബിറ്റ്വീൻ പി ആൻഡ് എഫ് വെക്കുമ്പോൾ മിസ് ആദ്യം കൺസിഡർ ചെയ്യുന്നത് സീലോ കൂടെ പോകുന്ന ഒരു ലൈറ്റ് റേ, അത് സീൽ കൂടെ തന്നെ തിരിച്ചു വരുന്നു. ഇനി അടുത്തത് ഒബ്ലിക്കായിട്ട് വന്ന് ഹിറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് റേ ഒബ്ലിക്കായിട്ട് തന്നെ തിരിച്ചു പോകുന്നു. നമ്മൾ നോക്കിയപ്പോൾ ഇതാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ 1, ഇത് രണ്ടാമത്തേത്. രണ്ടാളും ഇങ്ങനെ കിടക്കുന്നത്. ഇവരവിടെ എവിടെയെങ്കിലും പോയിട്ട് മീറ്റ് ചെയ്യോ? ഒരു സാധ്യതയില്ല. പക്ഷെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നമ്മൾ അറിയാതെ ഇവർ ഇവിടുന്ന് മീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. കണ്ടോ? അപ്പം ഇവർ ഇവിടുന്ന് മീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്, വെർച്വലി. കണ്ടോ? വെർച്വലി മീറ്റ് ചെയ്തു. റെഡി? സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് വെർച്വലി മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെവിടെയാ? ബിഹൈൻഡ് ദ മിറർ. മിററിന്റെ കേസിൽ വെർച്വൽ ആണെന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും ഉണ്ടാവുക? മിററിന്റെ ബിഹൈൻഡിലായിരിക്കും. മിററിന്റെ ഫ്രണ്ടിലാണ് ഇമേജ് ഉള്ളതെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. മിററിന്റെ ബാക്കിലാണ് ഇമേജ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് ആയിരിക്കും. ഇനി നിങ്ങൾ പറ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ദേ കിടക്കുന്നത് നമ്മളുടെ ഇമേജ്. കണ്ടോ? ഇതാണ് വെർച്വലായിട്ട് നമ്മൾ ഇവിടേക്ക് വന്ന് മീറ്റ് ചെയ്യിപ്പിച്ചു. ഇങ്ങനെ നമുക്ക് ഒബ്ജക്റ്റിനെ വരയ്ക്കാൻ പറ്റി. പറയടാ, എവിടെ ഉണ്ടായത്? ബിഹൈൻഡ് ദ മിറർ. നമ്മുടെ ഇമേജിന്റെ സൈസ് എന്താ? എൻലാർജ്ഡ് ആണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, എന്ത് ടൈപ്പ് ഇമേജ് ആണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ്. ആണ് 6 കേസസ്. പക്ഷെ ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾ ഈ ബോക്സിലേക്ക് നോക്കുക. ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ എഫിൽ കിട്ടി, എഫിൽ വെച്ചപ്പോൾ ഇൻഫിനിറ്റിയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മതി. ബിയോണ്ട് സി വെച്ചപ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് സി, ബിറ്റ്വീൻ എഫ് ആൻഡ് സി വെച്ചപ്പോൾ ബിയോണ്ട് സി, അതും ഓക്കെ. ഇനി സിയിൽ വെച്ചാൽ സിയിൽ തന്നെ, സിമ്പിൾ. ഈ ലാസ്റ്റ് ഒരൊറ്റ കേസ് ഉള്ളത് ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആണ്. അതിൽ മാത്രമാണ് കോൺകേവ് മിററിന്റെ കേസിൽ വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് കിട്ടുന്നത്. നോട്ട് ചെയ്യാം. കോൺകേവ് മിററിന്റെ കേസിൽ വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് വരുന്നത് ആകെ ഒരൊറ്റ കേസിലാണ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ പി ആൻഡ് എഫ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുമ്പോൾ. ബാക്കി എല്ലാ കേസിലും കിട്ടുന്ന ഇമേജ് എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഓക്കെ, ഇതിൻ്റെ സൈസ് തുടങ്ങുമ്പോൾ ഡിമിനിഷ്ഡ് ആണ്, പിന്നെ ഇങ്ങനെ പോയിട്ട് സീലെത്തും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. പല MCQ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് സെയിം സൈസിൽ ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ വെക്കണം, സെയിം സൈസിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും, അപ്പോൾ HC ഇതൊക്കെ ആൻസർ ഉള്ളൂ. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്, അതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഈ മൊത്തം ഇമേജ് ഫോർമേഷൻ ഒരൊറ്റ ടേക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ പഠിച്ചത് എന്താ? കോൺകേവ് മിററിൻ്റെ. ഇനി കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ്. നോക്കാം. കോൺവെക്സ് മിററിൻ്റെ പറയുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ കോൺകേവ് മിററിൻ്റെ എല്ലാം പഠിച്ചല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും, എന്തിനാണ് ഇപ്പോൾ ഈ കോൺകേവ് മിററൊക്കെ? പ്ലെയിൻ മിറർ പോരെ? അല്ല, ഈ കോൺകേവ് മിറേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോർച്ചിൽ, സെർച്ച് ലൈറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ടോർച്ചിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ലൈറ്റ് റേ വരണ്ടേ? ഇപ്പോൾ ഒരു ബൾബിൽ നിന്ന് ലൈറ്റ് ഇട്ട് എന്താ സംഭവിക്കുക? ഇങ്ങനെ മൊത്തത്തിൽ പരക്കും. അങ്ങനെ പരന്നിട്ട് ടോർച്ച് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്കിങ്ങനെ ഡയറക്റ്റ് ഒരു ബീം കിട്ടണം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ആക്കി തരണം. അതിന് ആരേ പറ്റുള്ളൂ? കോൺകേവിനെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണെന്ത്? ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ടു ഗെറ്റ് പവർഫുൾ പാരലൽ ബീംസ് ഓഫ് ലൈറ്റ്. ഇവിടെ യൂസസ് പഠിക്കുമ്പോൾ വെറുതെ യൂസ് ഇങ്ങനെ ആ ടോർച്ചിലുണ്ട്, മറ്റേ അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്ന് എഴുതിയാൽ പോരാ. ക്വസ്റ്റ്യൻ എന്താ വരികയെന്നറിയോ? എന്തുകൊണ്ടാണ് നമ്മൾ ടോർച്ചിലും ഹെഡ്ലൈറ്റിലും കോൺകേവ് യൂസ് ചെയ്യുന്നത്? എന്താ റീസൺ? ടു ഗെറ്റ് പവർഫുൾ പാരലൽ ബീംസ് ഓഫ് ലൈറ്റ്. അപ്പോൾ ആ രീതിയിൽ പഠിക്കണം കേട്ടോ. ഇനി ദേ ആർ ഓഫൺ യൂസ്ഡ് ആസ് ഷേവിംഗ് മിറേഴ്സ്. നിങ്ങൾക്കറിയാം, ഷേവിംഗ് മിറർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മേക്കപ്പ് മിറേഴ്സ് നമ്മൾ തൊട്ടടുത്ത് പോയിട്ടാണ് മേക്കപ്പ് ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് എവിടെയാണ് ഉള്ളത്? ഈ മിററിൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ കേസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കോൺകേവ് മിറർ ആയിരിക്കും. നമ്മുടെ ബിറ്റ്വീൻ പി ആൻഡ് എഫ് നമ്മളുടെ തല വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് നല്ലൊരു വെർച്വൽ ആൻഡ് ഡയറക്റ്റ് എൻലാർജ്ഡ് ഇമേജ് കിട്ടും അല്ലേ? ഷേവിംഗ് മിററിൽ നമുക്ക് എന്താ വേണ്ടത്? നല്ലൊരു വെർച്വൽ ആൻഡ് ഡയറക്റ്റ് എൻലാർജ്ഡ് ഇമേജ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കോൺകേവ് മിറേഴ്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന മിറർ ഉണ്ട്, പല്ല് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതിനും നമ്മൾ കോൺകേവ് മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സോളാർ ഫർണസുകളിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പിന്നെ എന്താ പറയുക, സൺലൈറ്റിനെ ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സൺലൈറ്റ് പരന്ന് കിടക്കുകയാണല്ലോ, ഈ മിററിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ റിഫ്ലക്റ്റഡ് റേസ് എല്ലാവരും കൂടെ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും, കോൺകേവ് മിററിൻ്റെ കേസിൽ. അപ്പോൾ അങ്ങനെ കൺവേർജ് ചെയ്തിട്ട് അവിടെ നല്ല ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മിറേഴ്സാണ് യൂസ് ചെയ്യുന്നത്? കോൺകേവ് മിറേഴ്സ് ആണ്. ഇതൊക്കെയാണ് കോൺകേവ് മിറേഴ്സിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. യൂസ് മാത്രം പഠിച്ചാൽ പോരാ, എന്തുകൊണ്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം? പോയിന്റ് വെച്ച് നമ്മൾ പഠിക്കണം കേട്ടോ. ഇനി നമ്മൾ കോൺവെക്സ് മിററിലെ ഇമേജ് ഫോർമേഷൻ. ഒന്നാമത്തെ കേസ് ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ, ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ 2 സ്ഥലത്തേ വെക്കാനുള്ളൂ, ഒന്നുകിൽ ഇൻഫിനിറ്റിയിൽ അല്ലെങ്കിൽ പിയുടെ ഇൻഫിനിറ്റിയുടെ ഇടയിൽ. ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ ലൈറ്റ് റേസ് പാരലൈറ്റ് വരുന്നു. നിങ്ങൾക്കറിയാം, പാരലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ തിരിച്ചു വരുന്ന പോലെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പം നമ്മൾ അവരെ വെർച്വലി മീറ്റ് ചെയ്യിപ്പിക്കും. നമുക്ക് എവിടെയാണ് കിട്ടുക? എഫിൽ കിട്ടും.
കണ്ടോ? എഫിൽ കിട്ടും. പോയിന്റ് സൈസ്ഡ് ആണോ? ആണ്. ഡിമിനിഷ്ഡ് ആണോ? ആണ്. ഇതെങ്ങനെ മീറ്റ് ചെയ്യുന്നത്? വെർച്വലി ആണ് അല്ലേ? വെർച്വലി ആയതുകൊണ്ട് തന്നെ ഈ ഇമേജ് എന്താണടാ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. റെഡി? പോയിന്റ് സൈസ്ഡ് ആണ്, ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് ഫോം ചെയ്യുന്നത്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ്. എപ്പോൾ? ഇൻഫിനിറ്റിയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ. ഇനി നമ്മൾ പിയുടെയും ഇൻഫിനിറ്റിൻ്റെയും ഇടയിൽ കൊണ്ടുപോയിട്ട് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. ഓക്കെ, ലൈറ്റ് റേ പാരലായിട്ട് ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ എഫിലൂടെ പോകുന്ന പോലെ തിരിച്ചു പോകും. ഇനി അടുത്തത് മിസ് കൺസിഡർ ചെയ്യുന്നത് സിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ സിയിലേക്ക് വരുന്നത് നിങ്ങൾക്കറിയാം, സിയിലൂടെ തന്നെ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഒരു റിഫ്ലക്റ്റഡ് റേയുടെ പാത്ത് എവിടെയുള്ളത്? ഇങ്ങനെ. ഒരു റിഫ്ലക്റ്റഡ് റേയുടെ പാത്ത് ഏതാ? ഇങ്ങനെ. രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ? ഇവിടെ. അപ്പം മിസ് ഒരു എന്ത് ചെയ്യാണ്? ഇമേജിനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ച് നോക്കിയപ്പോൾ ഇവിടെ ഒരു ഇമേജ് കിട്ടി. റെഡി? ഇതാരാണ്? കോൺവെക്സ് മിററാണ്. എവിടെ മുപ്പരുടെ ഇമേജൊക്കെ? ബിഹൈൻഡ് ദ മിററാണ്. ഇനി നിങ്ങൾ ഇൻഫിനിറ്റിൻ്റെയും പിയുടെയും ഇടയിൽ എവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. അതെപ്പോഴും എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. എപ്പോഴും എന്തായിരിക്കും? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഇവിടെ ഇതല്ലാത്തൊരു കേസ് ഇവിടെ ഇല്ല. ഓക്കെ, ആൻഡ് സൈസ് ഡിമിനിഷ്ഡ് ആയിരിക്കും, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. സോ കോൺവെക്സ് മിററിൻ്റെ കേസിൽ നിങ്ങൾ എവിടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത് ഡിമിനിഷ്ഡും വെർച്വൽ ആൻഡ് ഇറക്റ്റുമായിട്ടുള്ള ഇമേജ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കും, ഏത് മിററിലാണ് എപ്പോഴും ഡിമിനിഷ്ഡും വെർച്വലും ഒക്കെ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത്? കോൺവെക്സ് മിറർ. ഓക്കെ അല്ലേ? കോൺകേവ് മിററിൻ്റെ ഒറ്റ കേസിൽ മാത്രമേ അതുള്ളൂ. അതുകൊണ്ട് ഇനി എന്തിനാണ് കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് റിയർ വ്യൂ മിറേഴ്സ്, നമ്മുടെ കാറിൻ്റെ സൈഡ് മിററില്ലേ, ആ മിററായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിറേഴ്സ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് പ്ലെയിൻ മിറർ യൂസ് ചെയ്താൽ പോരെ? ഇപ്പോൾ ഈ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്ഥലം കാണണം അല്ലേ? കുറച്ചും കൂടെ ഏരിയ കൂടുതൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് വണ്ടി ഓടിക്കാൻ. അതുകൊണ്ട് ആ ഒരു വൈഡർ ഏരിയ ഓഫ് വ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺവെക്സ് മിറേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം നല്ല ഭയങ്കര വളവുകൾ ഉണ്ടാവില്ലേ, ഭയങ്കര ടേൺസ്. ആ വളവുകളിൽ ഇങ്ങനെ വട്ടത്തിൽ ഒരു റെഡ് കളറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മിറർ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കോൺവെക്സ് മിററാണ്. സ്ട്രീറ്റ് മിറേഴ്സ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടീനെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അത് കോൺവെക്സ് മിറേഴ്സ് ആണ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കോൺവെക്സ് മിറേഴ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റെഡി? ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? മിറേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ്, ഇവരുടെ എങ്ങനെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞത് എഫിൽ വെച്ചാൽ അവിടെ കിട്ടി, അവിടെ വെച്ചാൽ ഇവിടെ കിട്ടി, ഇവിടെ വെച്ചാൽ അവിടെ കിട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയണം, എടാ മക്കളെ, ഞാൻ കൊണ്ടുപോയിട്ട് ഒരു 10 സെൻറ്റിമീറ്ററിൽ ഒബ്ജക്റ്റ് വെക്കുകയാണ്, നിങ്ങൾക്ക് എവിടെ ഇമേജ് കിട്ടും, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിൽ ഇമേജ് കിട്ടും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം പറ്റില്ല, പക്ഷേ ഇനി പറയാം. എങ്ങനെ? നമ്മൾ മിറർ ഫോർമുല എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കുന്നുണ്ട്. അതായത് മിറേഴ്സിൻ്റെ കേസിൽ ഒരു ഇക്വേഷൻ, ആ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡിസ്റ്റൻസിലാണ് നിങ്ങൾക്ക് ഇമേജ് കിട്ടുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ആ ഇക്വേഷനിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് സൈൻ കൺവെൻഷൻസ് ഉണ്ട്. ആ സൈൻ കൺവെൻഷൻസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇപ്പം മിററിൻ്റെ കേസിൽ നമ്മളുടെ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു ഓറിയൻറ്റേഷനിലാണ് വെക്കുക. കോൺവെക്സ് ആവട്ടെ കോൺകേവ് ആവട്ടെ, ഈ ഒരു ഓറിയൻറ്റേഷനിലാണ് വെക്കുക. ഓറിയൻറ്റേഷൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇതിപ്പോൾ ഏത് മിററാണ്? കോൺകേവ് മിററാണ്. കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വെക്കണം. അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്യണം. റിഫ്ലക്റ്റിംഗ് സർഫസ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്യണം. ഇനി അല്ലാണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസിഡൻറ്റ് റേസ് എപ്പോഴും ലെഫ്റ്റ് എന്നേ വരാൻ പാടുള്ളൂ. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലെഫ്റ്റ് എന്ന് നമ്മൾ എടുക്കണം. ഇതൊരു ഗ്ലോബലി ആക്സെപ്റ്റഡ് സൈൻ കൺവെൻഷൻ ആണ്. ഇതില്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ? ഓരോരുത്തർക്കും ഓരോ ആൻസർ കിട്ടും. അപ്പം നമ്മളിത് എല്ലാവരും കൂടെ ഒരു യൂണിഫോം ആയിട്ട് എല്ലാവരും ഒരേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈൻ കൺവെൻഷൻ കൊണ്ടുവന്നത്. സോ മിററിൻ്റെ കേസിൽ ഇൻസിഡൻറ്റ് ലൈറ്റ് എപ്പോഴും എന്തായിരിക്കണം? ലെഫ്റ്റ് നിന്നായിരിക്കണം. ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റ് തന്നെ വെക്കണം. ഒബ്ജക്റ്റ് എപ്പോഴും എന്ത് ചെയ്യണം? ഇറക്റ്റ് ആയിട്ട് വെക്കണം. ഓക്കെ, ഇനി ഏത് ഡിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യുന്നത് മിററിൻ്റെ പോളിൽ നിന്നാണ്. ഇപ്പോൾ ഒബ്ജക്റ്റ് നിങ്ങൾ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്യേണ്ടത് പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ പോളിൽ നിന്ന് എഫിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാ ഡിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? പോളിൽ നിന്നാണ്. പിന്നെ ഡിസ്റ്റൻസസ് പോളിൽ നിന്ന് മെഷർ ചെയ്യുന്നു. ഇനി പോളിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ നെഗറ്റീവാണ്, പോളിൻ്റെ റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ പോസിറ്റീവാണ്. അതായത് ഇപ്പോൾ ഞാൻ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചെന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്. വേണ്ട, ഇവിടെ ആണല്ലോ ഒബ്ജക്റ്റ് ഉള്ളത്. ഇതിപ്പോൾ ഒരു 20 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റ് കിട്ടിയെന്ന് വിചാരിച്ചോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആണ്. ഇമേജ് ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആണ്. നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒന്നുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ യു എത്ര എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? 20 സെൻറ്റിമീറ്റർ എന്നല്ല, ഇത് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് -20 സെൻറ്റിമീറ്റർ എന്ന് പറയണം.
മനസ്സിലായോ? അപ്പോൾ സപ്പോസ് ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്തത്. അപ്പോൾ ഇതൊരു 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ പറയുന്നു +10 സെൻറ്റിമീറ്റർ. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലാക്കാം? ഓ, പോളിൻ്റെ അപ്പുറത്താണല്ലോ ഇമേജ് ഫോം ചെയ്തത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ് ഇമേജ് ഇവിടെയാണ് ഉണ്ടായത്. ഓക്കെ, ഡിസ്റ്റൻസ് ഒരു 20 ഉണ്ടാവില്ലല്ലോ, അത് 20 അല്ലേ, ഒരു 10 സെൻറ്റിമീറ്റർ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ എന്നോട് പറയും മിസ് ഇറ്റ് ഇസ് -10 സെൻറ്റിമീറ്റർ. അപ്പോൾ എനിക്ക് ഈ ഫിഗർ ഒന്നും കാണാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്? ഓ, അത് മിററിൻ്റെ ഫ്രണ്ടിലാണ് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സൈൻ കൺവെൻഷനിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലസും മൈനസും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. സോ പോളിൻ്റെ റൈറ്റിലേക്ക് പോയാൽ പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ്. പിന്നെ ഈ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടല്ലോടാ, ഇതിൻ്റെ മേലോട്ടുള്ളത് പോസിറ്റീവാണ്, താഴോട്ടുള്ളത് നെഗറ്റീവാണ്. ഇതെവിടെ യൂസ് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും ഹൈറ്റ് എടുക്കുമ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മേലോട്ടാണല്ലോ, മേലോട്ടുള്ളതെല്ലാം പോസിറ്റീവാണ്, താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവാണ്. അപ്പം നമ്മുടെ നേരെ നിൽക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറക്റ്റ് ഇമേജിന് അത് പോസിറ്റീവ് ആയിരിക്കും, ഇൻവേർട്ടഡ് ഇമേജിന് അത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? റെഡി. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു കാര്യം ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് നിങ്ങൾക്കറിയാം. അപ്പോൾ കോൺകേവ് മിറർ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് കോൺകേവ് മിറർ അല്ലേ. ആളുടെ എഫ് എവിടെ വരിക? ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഫിനെ എപ്പോൾ എന്തായിട്ട് എടുക്കുക? നെഗറ്റീവായിട്ട് എടുക്കാം. ഇനി കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിലോ, ഇതാണ് കോൺവെക്സ് മിറർ. കണ്ടോ, പുറത്തെ ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ആളുടെ എഫ് എവിടെയുള്ളത്? ഇവിടെ റൈറ്റ് സൈഡിൽ അല്ലേ. അതുകൊണ്ട് എഫ് എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ കോൺകേവ് മിററിൻ്റെ എഫ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് മിററിൻ്റെ എഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ ഡിഫറൻസ് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് ബേസിക്കലി ഉള്ള മൊത്തത്തിലുള്ള സൈൻ കൺവെൻഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിറർ ഫോർമുല പഠിക്കുന്നത്. മിറർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. 1/v + 1/u = 1/f. വെരി സിമ്പിൾ. 1/v + 1/u = 1/f. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ വിയും യുവും എഫും ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എഫ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുണ്ടാവുക? എടാ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്, ഇതൊരു കോൺകേവ് മിറർ ആണ്. അപ്പോൾ ചാടി പോയിട്ട് F = +10 എന്ന് എടുക്കരുത്. കോൺകേവ് മിറർ ആണ്, അപ്പോൾ എഫിൻ്റെ വാല്യൂ എന്ത് കൊടുക്കണം? -10 എന്ന് തന്നെ കൊടുക്കണം. പിന്നെ യു, ഒബ്ജക്ട് ഡിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചു. ഒബ്ജക്റ്റ് നമ്മൾ എപ്പോഴും എവിടെ വെക്കുക? ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ എപ്പോഴും ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? പിന്നെ വി, ഇമേജ്, അത് നിങ്ങൾ ആലോചിക്കുക. ഇമേജ് ഇപ്പം മിററിൻ്റെ കേസിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് എവിടെയാണ് ഉണ്ടാവുക? മിററിൻ്റെ ഫ്രണ്ടിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഈ ഇമേജ് ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റിയൽ ഇമേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം? നെഗറ്റീവാണ് ഡിസ്റ്റൻസ് വരിക. മനസ്സിലായോ? റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്റ്റൻസ് എത്രയാണ്? പോസിറ്റീവാണ്. അപ്പോൾ അത് നിങ്ങൾ ഡിസ്റ്റൻസ് ഏതാണ്, ഇമേജ് എവിടെയാണുള്ളത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കറക്റ്റ് ഡിസ്റ്റൻസ് എടുത്താൽ മതി. യു എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പിന്നെ എഫ് കോൺകേവിന് നെഗറ്റീവ് ആയിരിക്കും, കോൺവെക്സിന് പോസിറ്റീവ് ആയിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസേഴ്സ് കിട്ടും. ഈ പ്രോബ്ലം മിസ് ചെയ്യുന്നില്ല, അത് നമ്മൾ അല്ലാണ്ട് തന്നെ വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടോ. കാരണം ഇവിടെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചാപ്റ്ററിലെ കോണ്ടന്റ് മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടു, നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ സൈസ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഇമേജിൻ്റെ സൈസിൽ എത്രത്തോളം ചേഞ്ച് വന്നു, അതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടു ഹൗ മച്ച് എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ടു വാട്ട് എക്സ്റ്റെൻഡ് ദ സൈസ് ഓഫ് ദ ഇമേജ് ഹാസ് ചേഞ്ച്ഡ്, അതാണ് എന്ത് മാഗ്നിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എം ആണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് മാഗ്നിഫിക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇനി ഈ മാഗ്നിഫിക്കേഷൻ HI/HO ആകുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇക്വേഷൻ കൂടെ ഇവിടെ ഉണ്ട്. അതായത് HIയും HOയും തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് M കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്നറിയോ? മാഗ്നിഫിക്കേഷൻ -V/U ചെയ്താലും മതി. ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, പക്ഷേ ഒരു നെഗറ്റീവ് അവിടെയുണ്ട്. ഓക്കെ, ആ വി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നിങ്ങൾ എടുക്കണം. യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആ വാല്യൂ ഒക്കെ തന്നെ അവിടെ കൊടുക്കാനും പാടുള്ളൂ. ഓക്കെ, സോ ഇതാണ് മാഗ്നിഫിക്കേഷൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മാഗ്നിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കാം, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HI/HO ആണ് അല്ലേ? ആണല്ലോ. ഇനി നിങ്ങൾ നോക്കടാ, ഈ HI/HOക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ HI/HO എന്ന് പറയുന്ന സമയത്ത് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അപ്പം നിങ്ങൾ നോക്കുക, ഈ HO എന്ന് പറയുന്നത് ആരുതാ? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിനെ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് വെക്കുക? ഇറക്റ്റ് ആയിട്ടാണ് വെക്കുക അല്ലേ? എപ്പോഴും നേരെ വെക്കുക. നമ്മൾ എപ്പോഴെങ്കിലും ഇൻവെർട്ടഡ് ആയിട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ല, എപ്പോഴും ഇറക്റ്റ് ആയിട്ട് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ HO എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ എമ്മിൻ്റെ സൈന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഇനി ആരാ? HI ആണ്. കാരണം HO പോസിറ്റീവ് ആണ്, ഇനി HOക്ക് ഒന്നും ചെയ്യാനില്ല. HI പോസിറ്റീവ് ആണെങ്കിൽ എമ്മും പോസിറ്റീവ് ആണ്, HI നെഗറ്റീവ് ആണെങ്കിൽ എമ്മും നെഗറ്റീവ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ എം പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? HI പോസിറ്റീവ്. HI പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? മീനിങ് എന്താ? എടാ ഹൈറ്റ് ഓഫ് ഇമേജ് പോസിറ്റീവ്, ഹൈറ്റ് ഓഫ് ഇമേജ് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മേലോട്ട്, അപ്പോൾ എന്ത് ഇമേജ് ആണത്? ഇറക്റ്റ് ഇമേജ് ആണ്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇത് പറയാം, എന്ത് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ആ ഇമേജ് എന്താണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ്. നമുക്ക് നോക്കിയിട്ട് വാല്യൂ നോക്കിയിട്ട് പറയാൻ പറ്റും. മനസ്സിലായോ? ഇനി എം നെഗറ്റീവ് ആണെങ്കിലോ? ആലോചിക്കുക, എം നെഗറ്റീവ് ആവണമെങ്കിൽ HI നെഗറ്റീവ് ആവണം. HI നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ്, അപ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. റെഡി? ഇത് സൈനിൻ്റെ കാര്യം. ഇനി സൈനിന് വിടാം. സൈനിൻ്റെ ഇത് മാത്രമേ മീനിങ് ഉള്ളൂ കേട്ടോ. അതായത് +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? പ്ലസ് വന്നതുകൊണ്ട് അത് വെർച്വലി ആൻഡ് ഇറക്റ്റ് ആണ്. ഇനി വാല്യൂ നിങ്ങൾ 1 എന്ന് മാത്രമാണ് നിങ്ങൾ എടുക്കേണ്ടത്. 1, 2, 3 എന്നുള്ളതാണ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അവിടെ പ്ലസും മൈനസും കൺസിഡർ ചെയ്യരുത്. പ്ലസും മൈനസും എന്തിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണോ റിയൽ ആൻഡ് ഇൻവേർട്ടർ ആണോ എന്നുള്ളത് മാത്രമാണ് പ്ലസും മൈനസും. അത് വാല്യൂ ആയിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, ഇനി വാല്യൂവിൽ വരുമ്പോൾ ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഈ ഫ്രാക്ഷൻ HI/HO, ഈ എമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരാം, ഈക്വൽ ടു 1 വരാം, ലെസ് ദാൻ 1 വരാം. ഓക്കെ, സോ എം ഗ്രേറ്റർ ദാൻ 1 എപ്പോഴാണ് വരാം? എപ്പോഴാണ് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ 1-നേക്കാൾ കൂടുതൽ ഉണ്ടാവുക? 1-നേക്കാൾ കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ HI ഷുഡ് ബി ഗ്രേറ്റർ ദാൻ HO. ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററെക്കാളും വലുതാണെങ്കിൽ മാത്രമല്ലേ അതിൻ്റെ വാല്യൂ 1-നേക്കാൾ കൂടുതൽ കിട്ടുള്ളൂ. സോ HI ഗ്രേറ്റർ ദാൻ HO ആണെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, എടാ HI ഗ്രേറ്റർ ദാൻ HO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഒബ്ജക്റ്റിനേക്കാൾ ഇമേജിൻ്റെ ഹൈറ്റ് കൂടുതലാണ്. അതായത് ഇമേജ് എന്താണ്? എൻലാർജ്ഡ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്കെ, എം ഗ്രേറ്റർ ദാൻ 1 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇമേജ് എൻലാർജ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, m = -3 എന്നാണ്. അപ്പോൾ നിങ്ങൾ പറയും എന്ത്? ഓ -3 അല്ലേ, അപ്പോൾ അത് 1-നേക്കാൾ ചെറുതല്ലേ എന്ന് പറയരുത്. ഞാൻ പറഞ്ഞു മൈനസ് എന്തിന് മാത്രം കൊടുക്കണം? അത് വെർച്വൽ ആണോ ഇറക്റ്റ് ആണോ റിയൽ ആണോ ഇൻവേർട്ടർ ആണോ നോക്കാൻ വേണ്ടി മാത്രമേ മൈനസ് ഉപയോഗിക്കാവൂ. അതിൻ്റെ കൂടെയുള്ള വാല്യൂ എന്തിന് മാത്രം ഉള്ളതാണ്? മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് തീരുമാനിക്കാനുള്ളതാണ്. ഓക്കെ, സോ ഗ്രേറ്റർ ദാൻ 1 പറയുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? പ്ലസ് മൈനസ് മാറ്റി നിർത്തുക, വാല്യൂവിനെ മാത്രം നോക്കുക. 1, 2, 3, 4, 5, 6 എന്ന് പോകുമ്പോൾ നോക്കാം. ഓക്കെ, ഇനി ഈക്വൽ ടു 1 വരണമെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ ഈക്വൽ ടു 1 വരണമെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? HI എന്തിന് ഈക്വൽ ആയിരിക്കണം? HOക്ക് ഈക്വൽ ആയിരിക്കണം. രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞതിന് മീനിങ് എന്താ? സെയിം സൈസ് ആണ്. കണ്ടോ? റെഡി? ഇനി എം ലെസ് ദാൻ 1 ആണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ -0.3 അല്ലെങ്കിൽ +0.4 പ്ലസ് എന്താ പറയുക 0.31 അങ്ങനെയൊക്കെയാണ് വാല്യൂ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആവണമെന്നുണ്ടെങ്കിൽ HI ഷുഡ് ബി ലെസ് ദാൻ HO. ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക? വാല്യൂ ലെസ് ദാൻ 1 വരിക. അപ്പോൾ HI ലെസ് ദാൻ HO ആയിരിക്കണം. HI ലെസ് ദാൻ HO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ വലിപ്പം കുറവാണ്, അതായത് ഡിമിനിഷ്ഡ് ആണ്. അപ്പം ഇങ്ങനെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതായത് സൈന് നോക്കിയാൽ നമുക്കത് റിയൽ ആണോ വെർച്വൽ ആണോ എന്ന് പറയാം. വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻലാർജർ ആണോ സെയിം സൈസ് ആണോ ഡിമിനിഷ്ഡ് ആണോ എന്ന് പറയാം. ഇതാണ് മാഗ്നിഫിക്കേഷൻ്റെ പ്രത്യേകത. ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ മിററിൻ്റെ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. റിഫ്ലക്ഷൻ നമ്മൾ എന്താണെന്നാണ് പറഞ്ഞത്? ഒരു ലൈറ്റ് റേ വരുന്നു, ഹിറ്റ് ചെയ്യുന്നു, സെയിം മീഡിയത്തിലേക്ക് തിരിച്ചു പോകുന്നു, അതാണ് റിഫ്ലക്ഷൻ. പക്ഷെ റിഫ്രാക്ഷൻ എന്താണെന്നറിയോ? ഒരു ലൈറ്റ് റേ വരുന്നു, ഹിറ്റ് ചെയ്യുന്നു, അടുത്ത മീഡിയത്തിലേക്ക് അത് പോകുന്നു, അതാണ് റിഫ്രാക്ഷൻ. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു സ്പൂൺ ഇടുക. ആ സ്പൂൺ ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇമേജ് കാണുക. അതായത് ഇവിടെ ഒരു ബെൻഡിങ് വരും, അതാണ് റിഫ്രാക്ഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിൽ നടക്കുന്നതുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ അവിടെ ലൈറ്റിന് എന്തോ സംഭവിച്ചിട്ടാണ് ആ ഒരു വളവ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്? ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വളവ് വരുന്നത്? ആ വളവിൻ്റെ റീസൺ ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലൈറ്റ് റേ ഇതൊരു മീഡിയമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഇതേപോലെ ഗ്ലാസ്സിൽ വെള്ളത്തിലെടുത്തില്ലേ നമ്മൾ, ഇവിടെ തന്നെ എടുക്കാം. ഇവിടെ ഒരു ഗ്ലാസ് ഒരു വെള്ളമുണ്ട്. ഓക്കെ, ഇവിടെ എയറാണ്, ഇത് ഗ്ലാസിൻ്റെ ഒഴിഞ്ഞ ഭാഗം, അവിടെ എയറാണല്ലോ, ഇത് വാട്ടർ. അപ്പോൾ എയർ ഒരു മീഡിയമാണ്, വാട്ടർ വേറൊരു മീഡിയമാണ്. സോ ഇവിടെ ലൈറ്റ് ശരിക്കും എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഒരു മീഡിയത്തിലൂടെ വന്നു, അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ ആയിരുന്നു.
പക്ഷേ ഈ മീഡിയത്തിലൂടെ വന്ന് അടുത്ത മീഡിയത്തിലേക്ക് പോവാണ്. അവിടെയാണ് എന്ത് നടക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ലൈറ്റിന് ഒരു ബെൻഡിങ് വരും. അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലൈറ്റിന് ഒരു ബെൻഡിങ് സംഭവിക്കുന്നുണ്ട്. ആ ബെൻഡിങ് ആണ് റിഫ്രാക്ഷൻ. എന്തുകൊണ്ടാണ് ആ ബെൻഡിങ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഓരോ മീഡിയത്തിലും ഓരോ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി മാറുന്നതിനനുസരിച്ച് ലൈറ്റിൻ്റെ ഡയറക്ഷൻ മാറും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലൈറ്റ് ഇങ്ങനെ നല്ല സ്പീഡിൽ വരിക, ഇവിടെ എത്തുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡോട്ട് കുറഞ്ഞു. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ പോയില്ലേ? അപ്പോൾ ആ ബെൻഡിങ് വരൂലേ? ഇതാണ് റിഫ്രാക്ഷൻ. അപ്പോൾ ലൈറ്റ് ഓരോ മീഡിയത്തിൽ ഓരോ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലൈറ്റിന് ബെൻഡിങ് വരുന്നത്. ആൻഡ് ഈ ഫിനോമിനയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? റെഡി. ഇതാണ് റിഫ്രാക്ഷൻ. ഓക്കെ, സോ റിഫ്രാക്ഷൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മളൊരു റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബിലാണ് പഠിക്കുക. അതായത് ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഗ്ലാസിൻ്റെ സ്ലാബാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളുടെ മീഡിയം എയർ, ഇത് നമ്മുടെ ഗ്ലാസ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടത്തി വിടാണ്. ഫോർ ദ പോയിന്റ് റെഡി. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ലാബിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, ഞാൻ പറഞ്ഞു ലൈറ്റ് എയറിലൂടെ ട്രാവൽ ചെയ്യാണ്, അവിടെ ഒരു വെലോസിറ്റി. ഗ്ലാസ്സിലേക്ക് എത്തുമ്പോൾ ലൈറ്റിന് വേറൊരു വെലോസിറ്റി അല്ലേ? അപ്പോൾ വെലോസിറ്റിയിൽ എന്ത് വരുന്നു? ചേഞ്ച് വരുന്നു. അപ്പോൾ ഈ ലൈറ്റിന് ബെൻഡിങ് വരുന്നു. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ലൈറ്റ് എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുക, ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ അല്ലേ? അത് തീരുമാനിക്കുന്ന ആളാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഈ ലൈറ്റ് എങ്ങോട്ട് ബെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. യു ഗോട്ട് ദ പോയിന്റ്. അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ N എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C/V ആണ്. C/V ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. എല്ലാ മീഡിയത്തിനും ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈറ്റിന് എയർ അല്ലെങ്കിൽ വാക്യൂം അല്ലെങ്കിൽ എയറിലൂടെയുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁸ m/s ആണ്. ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല. എവിടെയുള്ള എയറിലൂടെയും വാക്വത്തിലൂടെയും ലൈറ്റ് പോകുമ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? 3 × 10⁸ എന്നാണ്. ഇത് കുറേ പറയാനുള്ളതുകൊണ്ട് നമ്മളതിനെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് വിളിക്കും? C എന്ന് വിളിക്കും. അപ്പോൾ C എന്ന് പറഞ്ഞാൽ എന്താ? 3 × 10⁸ m/s. അതെന്താ? ലൈറ്റിൻ്റെ എയറിലൂടെ അല്ലെങ്കിൽ വാക്വത്തിലൂടെയുള്ള വെലോസിറ്റി. ഓക്കെ, റെഡി. ഇനി ലൈറ്റ് ഓരോ മീഡിയത്തിൽ പോകുമ്പോൾ, ഓരോ മീഡിയത്തിനാണല്ലോ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കാണുന്നത്. ആ മീഡിയത്തിൽ ലൈറ്റിന് ഒരു വെലോസിറ്റി ഉണ്ടല്ലോ. ആ വെലോസിറ്റിയാണ് ഈ V. ഈ C ആരാ? വാക്വത്തിലൂടെയുള്ള വെലോസിറ്റി. ഈ V എന്താ? നമ്മൾ ഏത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ എടുക്കുന്നത് ആ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി ആണ് എന്ത്? V കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണണം. അപ്പോൾ N ഗ്ലാസ് ഈക്വൽ ടു C എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സെയിം ആണ്. അപ്പോൾ C/V ഗ്ലാസ് ഉണ്ടോ? അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിലൂടെയുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഗ്ലാസ്സിലൂടെയുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാസിനൊരു വാല്യൂ ഉണ്ടാകും, വാട്ടറിനൊരു വാല്യൂ ഉണ്ടാകും. ഗ്ലാസിന് 1.5 ആണ്, വാട്ടറിന് 1.33 ആണ്, എയറിന് അതെന്താണെന്നറിയോ? 1 ആണ്. കാരണം എന്താ? എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ എങ്ങനെയാണ് കാണാം? എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N എയർ ഈക്വൽ ടു C ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ എന്താ? C തന്നെ. അപ്പോൾ C/C ഈക്വൽ ടു 1 കേട്ടോ. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1, ഗ്ലാസിന് മാറും. അപ്പോൾ ഓരോ മീഡിയത്തിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. നമ്മൾ എങ്ങനെ കാണാം? C/V ചെയ്താൽ മതി. ഓക്കെ അല്ലേ? റെഡി. അപ്പോൾ ഈ നമ്മുടെ ഗ്ലാസ് ലാബിലേക്ക് വരാം. ഇനി നിങ്ങൾ പറ, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. എത്രയാ? N എയർ അല്ലേ? ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അപ്പോൾ ഓരോ മീഡിയത്തിലേക്ക് മാറുന്ന സമയത്ത് ഓരോ മീഡിയത്തിൻ്റെയും എന്തിൽ ചേഞ്ച് വരുന്നുണ്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് വരുന്നുണ്ട്. ഇനി ലൈറ്റ് എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുക? ഓക്കെ, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എയറും ഗ്ലാസും ആയതുകൊണ്ട് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, ഗ്ലാസിൻ്റേത് അത് 1.5 ആണ്. ഇവിടെ ആർക്കാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? ഗ്ലാസിനാണ്. ആർക്കാ കുറവ്? എയറിനാണ്. ഓക്കെ അല്ലേ? സോ ഈ കേസിൽ നമ്മൾ പറയും ഗ്ലാസ് ഇവിടെ ഡെൻസർ മീഡിയമാണ്, എയർ ഇവിടെ റെയറർ മീഡിയമാണ്. അത് രണ്ട് മീഡിയം വെച്ച് നോക്കുമ്പോൾ ആർക്കാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് അയാളായിരിക്കും അവിടുത്തെ റെയറർ മീഡിയം. ആർക്കാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ അയാളായിരിക്കും അവിടുത്തെ ഡെൻസർ മീഡിയം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത് എപ്പോഴും ഗ്ലാസ് ഡെൻസർ മീഡിയം ആണെന്നല്ല. കാരണം എന്താ? ഇപ്പം ഞാൻ വിചാരിക്കും ഇവിടെ ഞാനൊരു ഡയമണ്ട് വെച്ച്, ഞാൻ പൈസക്കാരി റിച്ച്, ഇവിടെ ഞാനൊരു ഡയമണ്ട് ലെയർ വെച്ചു. ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5, കറക്റ്റ് വാല്യൂ എനിക്ക് ഓർമ്മയില്ല, 2.45 എന്തോ റേഞ്ചാണ്, 2.5. ഇപ്പം നിങ്ങൾ നോക്കുക ഇവിടെ ആരാ റെയറർ? ഗ്ലാസ്സാ.
ഡെൻസർ ആരാ? ഡയമണ്ടാ. അപ്പോൾ ഈ പിന്നെ ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം, റെയറർ മീഡിയം എന്നൊക്കെ പറയുന്നത് എന്താണ്? സിറ്റുവേഷനനുസരിച്ചാണ്. അപ്പോൾ ആരാണോ ആ സിറ്റുവേഷനിൽ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ളത് അയാളായിരിക്കും റെയറർ മീഡിയം. ആർക്കാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത് അയാളായിരിക്കും ഡെൻസർ മീഡിയം. ഇത് ക്ലിയർ അല്ലേ? റെഡി. ഇനി റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ലൈറ്റ് നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലൈറ്റ് നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ നോർമലിൻ്റെ എവേ, നോർമലിന് വിട്ടിട്ടാണ് ബെൻഡ് ചെയ്യുക. മിസ് വരച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ ലൈറ്റ് റേ വരുന്നത് കണ്ടോ? ഇവിടുന്ന് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ലൈറ്റ് റേ വന്നു, ചെരിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ കേട്ടോ. നേരെ ഇപ്പോൾ ഒരു ലൈറ്റ് റേ വന്നു വിചാരിക്കും, ഇങ്ങനെ ഒരു ലൈറ്റ് റേ വന്നു. അപ്പോൾ എന്താ സംഭവിക്കുക അറിയോ? ഇങ്ങനെ അങ്ങ് പോകും, ഒരു വ്യത്യാസം അവിടെ ഉണ്ടാവില്ല. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. ഓക്കെ, അപ്പോൾ ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യണം? ചെരിഞ്ഞിട്ട് വരണം. സോ ഇങ്ങനെ ഒരു ലൈറ്റ് റേ വന്ന് ഹിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് വരയ്ക്കുകയാണ്? നോർമൽ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ നോർമൽ. ഓക്കെ, ഞാൻ നോർമൽ വരച്ചു. ഇനി ശരിക്കും ഈ ലൈറ്റ് റേ എങ്ങനെ പോകേണ്ടതായിരുന്നു? നിങ്ങൾ പറ, ശരിക്കും ഈ ലൈറ്റ് റേ എങ്ങനെ പോകേണ്ടതായിരുന്നു? അല്ലേ, കുറച്ച് മതിയില്ലേ? ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ആയിരുന്നു. പക്ഷേ ഇത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വന്നതുകൊണ്ട് എന്ത് ചെയ്യും? നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. അപ്പം എങ്ങടാ ലൈറ്റ് പോവാ? നോക്ക്, ലൈറ്റ് അങ്ങനെ പോവാണ്ട് ലൈറ്റ് ഇങ്ങനെ വരും. കിട്ടിയ പോയിന്റ്? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താ സംഭവിക്കാം? ഇതിപ്പോൾ ആരാ? ഗ്ലാസ്, ഇത് എയർ. ഇപ്പം ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോണത്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക്. ഗോട്ട് ഇറ്റ്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക്. ഞാൻ ഇവിടെയും എന്ത് ചെയ്യാണ്? നോർമൽ വരച്ചു. ശരിയായില്ല. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? നോർമൽ വരച്ചു. ഓക്കെ അല്ലേ? ഈ ലൈറ്റ് ശരിക്കും എങ്ങനെ പോകേണ്ടിയിരുന്നു? ശരിക്കും ഈ ലൈറ്റ് എങ്ങനെ പോകേണ്ടതായിരുന്നു അല്ലേ? പക്ഷേ ഇത് ഡെൻസർ ടു റെയറർ ആയതുകൊണ്ട് ഈ നോർമലിന് അടുത്തേക്കല്ല വരിക, എവേ ബെൻഡ് ചെയ്യും. അപ്പം ഇങ്ങനെ പോകേണ്ടിയിരുന്ന ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ, എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അങ്ങ് പോകും. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. കണ്ടോ? ഇതാണ് സെറ്റപ്പ്. റെഡി? ഇങ്ങനെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഈ സാധനങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ നേരത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും പഠിച്ചിട്ടില്ലേ? പഠിച്ചു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരുന്നു? റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ. നിങ്ങൾ നോക്കുക, ഇത് എന്ത് റേയാ? ഇൻസിഡൻറ്റ് റേ അല്ലേ? ഇത് നോർമൽ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. ഇതെന്ത് റേയാ? റിഫ്രാക്റ്റഡ് റേ അല്ലേ? ഇത് നോർമൽ. ഇത് നോർമൽ, ഇത് റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ ഈ ആംഗിൾ എന്താ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ. അപ്പോൾ ഈ ആംഗിൾസ് മാർക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി നോക്കുക, ഇതിപ്പോൾ ഗ്ലാസ് ലാമ്പിൻ്റെ കേസിലായതുകൊണ്ട് ഇയാൾ പുറത്തേക്ക് പോകുന്ന റേ ആണ്. അതുകൊണ്ട് നമ്മൾ ഇയാൾ എന്ത് വിളിക്കും? എമർജൻറ്റ് റേ എന്ന് വിളിക്കും. എമർജൻറ്റ് റേ. ഈ എമർജൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എമർജൻസ് ഇ എന്നും കൂടെ വിളിക്കാം. ഇതൊന്ന് മനസ്സിലാക്കുക. ഇനി നോക്കുക, ഇതായിരുന്നു നമ്മൾ കൊടുത്ത റേ. പുറത്തു പോയത് എങ്ങനെയാണ്? ഇങ്ങനെ. ഓക്കെ, ഇവർ രണ്ടുപേരെയും നിങ്ങൾ നീട്ടി വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നഗ്ന സത്യം മനസ്സിലാവും. എന്ത്? ഇവർ രണ്ടുപേരും പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരിങ്ങനെ ഉണ്ടാവുക. ഓക്കെ, അവർ തമ്മിലുള്ള ആംഗിൾ എന്താണ്? 0 ആണ്. അതായത് നിങ്ങൾ ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ വരച്ചു. ഓക്കെ, എമർജൻറ്റ് റേ എന്താ? ഇങ്ങനെ വരച്ചു. ഇതിനെ രണ്ടിനെയും കയറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0. അപ്പോൾ സപ്പോസ് ഒരു ലൈറ്റ് റേ ഇങ്ങനെയാണ്, ഒരു ലൈറ്റ് റേ ഇങ്ങനെയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ കിട്ടും. ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര? 90. പക്ഷെ ഒരു ലൈറ്റ് റേ ഇങ്ങനെ ഉണ്ട്, ഒരു ലൈറ്റ് റേ ഇങ്ങനെ ഉണ്ട്. രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ ആംഗിൾ ഉണ്ടോ? ഇല്ല, 0. അതിനാണ് പാരലൽ റേസ് എന്ന് പറയാം. അപ്പോൾ ഇൻസിഡൻറ്റ് റേസും എമർജൻറ്റ് റേയും എന്താണ്? പാരലലാണ്. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇവർ തമ്മിലൊരു ചെറിയ ഷിഫ്റ്റ് ഉണ്ട്. അതായത് ഇൻസിഡൻറ്റ് റേ ഇവിടെ ആയിരുന്നു, പക്ഷേ എമർജൻറ്റ് റേ ഇപ്പുറത്താണ്. അപ്പോൾ ഇവർ തമ്മിൽ ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയാം. അപ്പം മിസ് വരച്ച് കാണിച്ചു തരാം. ഇതിനെ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇതാ കണ്ടോ? ഇതാണ് എമർജൻറ്റ് റേ, ഇതായിരുന്നു ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാ ഇതിനെയാണ് നമ്മൾ ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയുക കേട്ടോ. ലാറ്ററൽ ഷിഫ്റ്റ്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ഇതാണ്
ഗ്ലാസ് ലാബിൽ ഇപ്പോൾ റിഫ്രാക്ഷൻ്റെ ഏകദേശം ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. ഇവിടുന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ n=c/v പഠിച്ചില്ലേ, ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മളോട് പ്രോബ്ലംസ് ചോദിക്കും. ന്യൂമറിക്കലായിട്ട് നിങ്ങൾക്ക് n തരും, എന്നിട്ട് v കണ്ടുപിടിക്കാൻ പറയും, v തരും, n കണ്ടുപിടിക്കാൻ പറയും, c പിന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു. എന്താ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്നറിയോ? ഒന്നാമത്തേത് സെയിം ആണ്, ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ എല്ലാവരും ഒരേ പ്ലെയിനിൽ കിടക്കും. രണ്ടാമത്തെ ലോ ആണ് ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ പേരാണ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ഈ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്താ പറയുന്നതെന്ന് അറിയോ? നമ്മളുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഇല്ലടാ, ഐ, ആ ഐയുടെ സൈൻ ഓഫ് ഐ എടുക്കുക. സൈന് കോസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. മാത്സിൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അവിടെ നിങ്ങൾ സൈന് കോസ് ടാനിനെ കുറിച്ചൊക്കെ പഠിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അത് ഇപ്പോൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് എന്നാണ് രണ്ടാമത്തെ ലോ. ഓക്കെ, കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബേസിക്കലി എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, നമ്മൾ കറക്റ്റ് എങ്ങനെയാണ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അതായത് സൈൻ ഐ ബൈ സൈൻ ആർ ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ എയറും ഗ്ലാസും തമ്മിലാണ് റിഫ്രാക്ഷൻ നടക്കണമെന്ന് വിചാരിക്കാം. n2/n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലാസ് ലാബ് കണ്ടപ്പോൾ ഇതാണ് മീഡിയം നമ്പർ 1, ഇതാണ് മീഡിയം നമ്പർ 2. ഓക്കെ, റിഫ്രാക്ഷൻ നടക്കുന്ന മീഡിയമാണ് മീഡിയം നമ്പർ 2. ഇത് വരുന്ന മീഡിയം മീഡിയം നമ്പർ 1, പോയ മീഡിയം മീഡിയം നമ്പർ 2. ഓക്കെ, സോ ഇവിടെ നമ്മൾ സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്താൽ, സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്? ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് G ഡിവൈഡഡ് ബൈ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതാണ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചത് എയറും ഗ്ലാസും ആണ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1. ഗ്ലാസിൻ്റെ എത്രയാണ്? 1.5 ആണ്. നിങ്ങൾ പഠിക്കുന്നല്ല, ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഈ 1 എപ്പോഴെങ്കിലും മാറുമോ? ഇല്ല. 1.5 മാറോ? ഇല്ല. അതുകൊണ്ട് ഈ വാല്യൂ മാറൂല. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് എപ്പോഴും n2/n1 ആയിരിക്കും. ഈ n2/n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയോ? ഇതിനാണ് നമ്മൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. വേറൊരു മീഡിയത്തിനെ വെച്ചുകൊണ്ട് ഒരു മീഡിയത്തിനെ കുറിച്ച് പറയുകയാണല്ലോ. ഇതിപ്പോൾ ശരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്നാണ് അതിന് വായിക്കുക. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, n21. ഇതിൻ്റെ മീനിങ് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം, അതായത് n2/n1. ഇനി n12 എന്നാണെങ്കിലും എഴുതിയത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം, അതായത് n1/n2. ഇതിനാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ വേറൊരു മീഡിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എല്ലാ മീഡിയത്തിനും ഒരു അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എയറിൻ്റെത് 1 ആണ്, ഗ്ലാസിൻ്റെത് 1.5 ആണ്, അതേപോലെ വാട്ടറിൻ്റെത് 1.33 ആണ്. അതൊക്കെ അവരുടെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അവരുടെ സ്വന്തം, വേറെ ആരുമായിട്ട് കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇപ്പം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ ഇപ്പോൾ ഗ്ലാസിൻ്റെതാണ് കാണുന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വാട്ടറിൻ്റെതാണെങ്കിൽ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം NM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ. ഇതാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ NAക്ക് പകരം അവിടെ വേറെ ഏതെങ്കിലും മീഡിയം വരും. ഓക്കെ, സോ നമ്മൾ ഈ പറയുന്ന 1.5, 1, 1.33 എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അത് നമ്മൾ വേറൊരു മീഡിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതെന്താകും? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? സോ ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ നോക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ന്യൂമറിക്കൽസ് വരും. ഗ്ലാസ് ലാബിൻ്റെ റിഫ്രാക്ഷൻ വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ അവിടെ വരും. റെഡി? ഇപ്പം നമ്മൾ റിഫ്രാക്ഷൻ്റെ ബേസിക്സ് കണ്ടു. ഇനി ഈ റിഫ്രാക്ഷൻ നിങ്ങൾ ഈ പറയുന്ന ഗ്ലാസ് ലാബിൽ മാത്രമല്ല നടക്കുക, നമുക്ക് റിഫ്രാക്ഷൻ ലെൻസുകളിൽ നടക്കും. ഈ ലെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് സ്ഫെറിക്കൽ ലെൻസസ് ആണ്. അപ്പം നമ്മൾ അവിടെ സ്ഫെറിക്കൽ മിറേഴ്സ് പഠിച്ചില്ലേ, അതേപോലെ സ്ഫെറിക്കൽ ലെൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, സോ സ്ഫെറിക്കൽ ലെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, റിഫ്രാക്ഷൻ ബൈ സ്ഫെറിക്കൽ ലെൻസസ് ആണ്. സ്ഫെറിക്കൽ ലെൻസസ് കാരണം ഉണ്ടാകുന്ന റിഫ്രാക്ഷൻ, അതായത് സ്ഫെറിക്കൽ ലെൻസസിൽ നടക്കുന്ന റിഫ്രാക്ഷൻ. അപ്പോൾ ഏതൊക്കെയാണ് സ്ഫെറിക്കൽ ലെൻസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ്. അപ്പം മിറേഴ്സ് ഏതൊക്കെ ഉണ്ടായിരുന്നു? കോൺവെക്സും കോൺകേവും. അതേപോലെ 2 സ്ഫെറിക്കൽ ലെൻസസ് ആണ്, ഒന്ന് കോൺവെക്സ് ലെൻസ്, ഒന്ന് കോൺകേവ് ലെൻസ്.
ഓക്കെ അല്ലേ? അതിൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഇതാണ് കോൺവെക്സ് ലെൻസ്, ഇതാണ് കോൺകേവ് ലെൻസ്. ഇത് മാറിപ്പോരുതെന്നേ ഉള്ളൂ. ഇത് കോൺവെക്സ്, ഇത് കോൺകേവ്. ഓക്കെ, ഈ രണ്ട് ലെൻസസിൽ നടക്കുന്ന റിഫ്രാക്ഷനും കൂടിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളൂ. സിമ്പിൾ, കഴിഞ്ഞു ചാപ്റ്റർ. ഓക്കെ, ഇത് കുറച്ചൊരു ലെങ്തി ചാപ്റ്റർ ആണ്, ബട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ടേംസ് റിലേറ്റഡ് ടു മിറേഴ്സ്, സോറി മിറേഴ്സ് അല്ല ലെൻസസ് കൊടുത്തപ്പോൾ മാറിപ്പോയതാണ്. നമ്മളവിടെ മിറർ പഠിച്ച പോലെ തന്നെ ഇവിടെ ലെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തുണ്ട്, ടേംസ് ഉണ്ട്. ലെൻസിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് ഫേസസ് ഉണ്ട്. ഇവിടെ ഇതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഫിയർ വരും, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഫിയർ വരും. അപ്പോൾ ശരിക്കും ഒരു ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ഫിയറിൻ്റെ ഒരു കൂടിച്ചേരലാണ്. മനസ്സിലായോ? ഒരു ലെൻസുമായിട്ട് എന്തുണ്ടാവും, രണ്ട് സ്ഫിയറുകൾ ഉണ്ടാകും. കോൺകേവിനാണെങ്കിൽ സെയിം ആണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഫിയർ വരും, ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഫിയർ വരും. ക്ലിയർ അല്ലേ? റെഡി. അപ്പോൾ രണ്ട് സ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ് ഉണ്ടാവും ആർക്ക്, ലെൻസുകൾക്ക്. മിറേഴ്സിന് ഒരാളെ ഉള്ളായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് സ്ഫിയറുകളുടെ സെൻറ്ററുകളാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ എല്ലാ ലെൻസുകൾക്കും, കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും ഉണ്ട് എന്തുണ്ടാവും, രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറുകൾ ഉണ്ടാകും അല്ലേ? കണ്ടോ, ഇവിടെ ഒരു സി ഉണ്ടാവും, ഇവിടെ ഒരു സി ഉണ്ടാവും. അപ്പോൾ രണ്ട് സൈഡിൽ ലെഫ്റ്റിൽ ഒരു സി ഉണ്ടാവും, റൈറ്റിൽ ഒരു സി ഉണ്ടാവും. കോൺകേവിലാണെങ്കിൽ ലെഫ്റ്റിൽ ഒരു സി ഉണ്ടാവും, റൈറ്റിൽ ഒരു സി ഉണ്ടാവും. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ സ്ഫിയറിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ ഇമേജിനറി സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ നടുവ് കൂടെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഒപ്റ്റിക്കൽ സെൻറ്റർ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ലെൻസിൻ്റെ സെൻറ്റർ, അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഇത് കറക്റ്റ് നടുവിൽ വരുന്ന പോയിന്റ്, അതിനെയാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ അഥവാ ഒ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ബാക്കി റെപ്രസെൻറ്റേഷൻ്റെ ലെറ്റേഴ്സ് ഒക്കെ സെയിം ആണ്, സി, എഫ്, പി ഒക്കെ സെയിം ആണ്. ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇവിടെ എന്തില്ല, പോളില്ല, അതിന് പകരം ഇവിടെ ആരാ ഉള്ളത്, ഒപ്റ്റിക്കൽ സെൻറ്റർ ഒ ആണ്. സോ ഇതാണ് ഒ, ഒപ്റ്റിക്കൽ സെൻറ്റർ. ഓക്കെ അല്ലേ? ഇനി സോ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ കണ്ടു, ഒപ്റ്റിക്കൽ സെൻറ്റർ കണ്ടു. അപ്പച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു എന്താ പറയുക കർവേച്ചറിൻ്റെ ഡയമീറ്റർ ഒക്കെ തന്നെ നേരത്തെ പഠിച്ച സെയിം സാധനം, മിററിൻ്റെ പോലെ തന്നെ. അതിൽ കൂടുതൽ ഇവിടെ എന്തില്ല, ടേംസ് ഒന്നുമില്ല. നേരത്തെ പഠിച്ച റേഡിയസ് ഓഫ് കർവേച്ചർ 6 എല്ലാം സെയിം ആണ്, ദർ ഇസ് നോ ഡിഫറൻസ്. ഓക്കെ, ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ, രണ്ടെണ്ണം ഉണ്ടാവും. ഓക്കെ, ഒരു സൈഡിൽ സി ഉണ്ടാവും, അപ്പുറത്തെ സൈഡിലും സി ഉണ്ടാവും. ഇവിടുത്തെ ഒരു പി ഉണ്ടാവും, അവിടെ ഒരു പി ഉണ്ടാവും, ഇവിടെ ഒരു 6 ഉണ്ടാവും, അവിടെ ഒരു 6 ഉണ്ടാവും. അങ്ങനെ എല്ലാം എന്തുണ്ടാവും, രണ്ടെണ്ണം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ ലെൻസിൻ്റെ കേസിൽ. ഓക്കെ അല്ലേ? സോ ഇതാണ് ലെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഈ സിക്ക് പകരം 2F എന്നാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. പ്രശ്നമാക്കൊന്നും വേണ്ട, കാരണം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ 2F ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് 1, 2 എന്നുള്ള ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ മാർക്ക് ചെയ്യാം. ഒരു സൈഡിൽ 1, മറ്റേ സൈഡിൽ 2. അപ്പോൾ ഒരു സൈഡിൽ F1 ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ F2. ഇവിടെ C1 ആണെങ്കിൽ അവിടെ C2. ഇവിടെ 2F1 ആണെങ്കിൽ അവിടെ 2F2. അങ്ങനെയാണ് അതെന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക കേട്ടോ. ഇതും നമ്മൾ അവിടെ പറഞ്ഞ സെയിം റൂള്. ഇവിടുത്തെ ഒപ്റ്റിക്കൽ സെൻറ്റർ കണ്ടോ നിങ്ങൾ, ഈ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്നാണ് ഇവിടുന്ന് ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഓയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 6 എന്ന് പറയുന്നത്. ഓയിൽ നിന്ന് ഇതേപോലെ എന്തിനും പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മളിപ്പോൾ പറയും. അപ്പോൾ ആ പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറയാം, നമ്മളുടെ എന്തെന്ന് പറയുന്നത്, F1, F2 ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ അതേ സാധനം, മിററിൽ എന്താണോ സംഭവിച്ചത് അതേപോലെ തന്നെയാണ് ലെൻസിൻ്റെ കേസിലും ഉണ്ടാവുക. സോ ഇവിടെ P1, C1, R1 എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യുന്നത് സെൻറ്ററിൽ നിന്നാണ്, ഓയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റൻസസ് എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആ O എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിൻ്റാണ്. ഇനി നമ്മൾ റിഫ്രാക്ഷൻ എവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, മിററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസിനെ ഡിഫൈൻ ചെയ്തത്. അതേപോലെ നമുക്ക് ലെൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ലൈറ്റ് റേസ് വരുമ്പോൾ റിഫ്രാക്ഷൻ എല്ലാം നടക്കുക O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ്. കണ്ടോ, ഓലെത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, റിഫ്രാക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ലൈറ്റ് റേയിൽ വരുന്നു, അപ്പോൾ ഓൻ്റെ സെൻറ്റർ O വരെ നിങ്ങൾ എന്ത് വരയ്ക്കണം, ലൈറ്റ് റേ വരയ്ക്കണം, ഇൻസിഡൻറ്റ് റേസ് വരയ്ക്കണം. കോൺവെക്സിൻ്റെ കേസിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇവരെ എല്ലാവരും കൂടെ F2 പോയിട്ട് മീറ്റ് ചെയ്യും. ഇവിടെ ഒരു F1 ഉണ്ടാവും, എവിടെ, ഓൻ്റെയും സീൻ്റെയും നടുക്ക്, അല്ലെങ്കിൽ 2F1ൻ്റെയും നടുക്ക്. ഓക്കെ, സോ അപ്പുറത്ത് പോയിട്ടാണ് മീറ്റ് ചെയ്യുക കോൺവെക്സിൻ്റെ കേസിൽ. പക്ഷേ കോൺകേവിൽ എന്താ സംഭവിക്കാമെന്നറിയോ, കോൺകേവിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷേപ്പ് കാരണം അത് അങ്ങോട്ടാണ് പോവുക, ഇങ്ങോട്ട് വരില്ല. ഓക്കെ, അങ്ങോട്ടാണ് പോവുക. അത് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം F1 ആണ്. ആൾക്ക് F2ഉം C2 ഒക്കെ ഉണ്ട്, പക്ഷെ അതിനോടൊന്നും ഒരു കാര്യമില്ല. ആൾക്ക് പ്രോമിനൻ്റ് ആരാണ്, ഇപ്പുറത്താണ് F1 ഉണ്ടാവുക. ഓക്കെ, സോ കോൺവെക്സിൻ്റെ കേസിൽ കൺവേർജ് ടു എ പോയിന്റ്, അതാണ് അയാളുടെ പ്രിൻസിപ്പൽ ഫോക്കസ്.
കോൺകേവിൻ്റെ കേസിൽ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്, അതാണ് ഇയാളുടെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ അല്ലേ? പക്ഷേ നമ്മൾ മിറർ പഠിച്ചപ്പോൾ നേരെ ഉൾട്ടായിരുന്നു. കോൺകേവിനായിരുന്നു എന്തുള്ളത്, ഈ സെറ്റപ്പ് ഉള്ളത്. ഇവിടെ നേരെ തിരിച്ചാണ്. അതെല്ലാ കേസിലും അങ്ങനെയാണ് കേട്ടോ. ഇനി ഇമേജ് ഫോർമേഷൻ പഠിക്കുമ്പോഴൊക്കെ മിറേഴ്സിൽ പഠിച്ചതിൻ്റെ നേരെ ഉൾട്ടാണ് എന്തിൻ്റെ കേസിൽ വരുന്നത്, ലെൻസുകളുടെ കേസിൽ വരുന്നത്. റെഡി? സോ ഇതാണ് ഇവരുടെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ റേ ഡയഗ്രാം വെച്ചിട്ട് ഇവരുടെ ഇമേജ് ഫോർമേഷനാണ് നമ്മൾ ഇനി പറയുന്നത്. അതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ റൂൾ സെയിം, അവിടെ പഠിച്ച അതേ റൂൾ തന്നെ. പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ എഫിലൂടെ പോകും. പക്ഷേ കോൺകേവിൻ്റെ കേസിൽ എഫ് എവിടെയുള്ളത്, മെയിൻ എഫ് ഏടാ, ഇവിടെയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ലൈറ്റ് റേ തിരിച്ചു പോകും, പക്ഷേ അപ്പിയർ ടു കം ഫ്രം ദി എഫ്. അവിടെ നിന്ന് നേരെ തിരിച്ചായിരുന്നു. ഈ സെറ്റപ്പ് ആർക്കുണ്ടായിരുന്നത്, കോൺവെക്സ് മിററിനായിരുന്നു. ഇവിടെ അതായിരിക്കാം കോൺകേവ് ലെൻസിനാണ്. ഓക്കെ, സോ ഇവിടെ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ നേരെ എഫിലൂടെ തിരിച്ചു പോകും, അപ്പുറത്തെ എഫിലൂടെ, ഓപ്പോസിറ്റ് സൈഡിലൂടെ എഫിലൂടെ തിരിച്ചു പോകും. പക്ഷേ കോൺകേവിൻ്റെ കേസിൽ ഇൻസിഡൻറ്റ് റേ വരുന്ന ഭാഗം ഏതാണോ അവിടെയുള്ള എഫിലൂടെ പോകുന്ന പോലെയാണ് എന്ത് ചെയ്യുക, ലൈറ്റ് റേ പോകുക. അതിൻ്റെ ഷേപ്പ് കാരണം ലൈറ്റ് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോൺവെക്സിനെ നമ്മൾ കൺവേർജൻറ്റ് ലെൻസ് എന്ന് വിളിക്കും. ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോൺകേവിനെ നമ്മൾ ഡൈവേർജൻറ്റ് ലെൻസും എന്നാണ് വിളിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എഫിലൂടെ വന്നാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് അപ്പുറത്തൂടെ പോകും. ഇവിടെ എഫിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് F2 ഫോക്കസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് അപ്പുറത്തൂടെ പോകും. ഓക്കെ, ഇനി മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ വരുന്ന ലൈറ്റ് റേ ആണ്. അത് നേരെ തന്നെ തിരിച്ചു പോകും. രണ്ടിൻ്റെ കേസിലും സെയിം ആണ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമേജ് ഫോർമേഷൻ പഠിക്കുന്നു. ആദ്യത്തെ കേസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മിറേഴ്സ് പഠിച്ച സമയത്ത് കോൺകേവിന് 6 കേസസ് ഉണ്ടായിരുന്നു, കോൺവെക്സിന് 2 കേസേ ഉണ്ടായിരുന്നു. പക്ഷേ ലെൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കാം, ലെൻസിൻ്റെ കേസിൽ നമുക്ക് ആർക്കായിരിക്കും 6 കേസസ് ഉണ്ടാവുക, കോൺവെക്സിനാ. കാരണം എന്താ, കോൺവെക്സിന് നമുക്ക് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്, പക്ഷെ കോൺകേവിന് അതില്ല. കണ്ടോ, കോൺകേവിന് നമുക്ക് ആകെ ഇവിടെ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ പരിപാടികളൊന്നും ഇതിന് ചെയ്യാനില്ല. അതുകൊണ്ട് ഇവിടെ നേരെ ഉൾട്ടാ, നേരെ തിരിയും. അവിടെ കോൺവെക്സിന് എന്തായിരുന്നോ അതാണ് ഇവിടെ കോൺകേവിൻ്റെ സ്ഥിതി, അവിടെ കോൺകേവിന് എന്തായിരുന്നോ അതാണ് ഇവിടുത്തെ കോൺവെക്സിൻ്റെ സ്ഥിതി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പഠിക്കാനും കുറച്ചും കൂടെ സുഖമാണ്. ഒന്നാമത്തെ കേസ്, അപ്പോൾ ആദ്യം നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ് പഠിക്കുന്നത്. അതിന് നമുക്ക് 6 കേസസ് ഉണ്ട്, കോൺകേവ് ലെൻസിന് 2 കേസേ ഉള്ളൂ. അവിടെ കോൺകേവ് മിററിനായിരുന്നു 6 കേസസ്, ഇവിടെ കോൺവെക്സ് ലെൻസിനാണ് 6 കേസസ്. ഓക്കെ, റെഡി? സോ കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും ഒരുപോലെയാണ്, കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും ഒരുപോലെയാണ്. ഓക്കെ, റെഡി? കൺഫ്യൂഷൻ ആവുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് കുറേ പഠിക്കുന്ന സമയത്ത് നമുക്കത് എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് വരും. സോ ആദ്യം നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലൈറ്റ് റേ ഏത് ഡയറക്ഷനിൽ തലകുത്തി മറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താവും, പാരലലാകും. അങ്ങനെ പാരലലാകുന്നു, ഇവിടുന്ന് ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു, റിഫ്രാക്ഷൻ നടക്കുന്നു, രണ്ടുപേരും കൂടെ ബെൻഡൊക്കെ ചെയ്ത് എവിടേക്ക് എത്തുന്നു, ഓലെത്തുന്നു. റിഫ്രാക്ഷൻ അല്ലേ, ലൈറ്റ് ബെൻഡ് ചെയ്യുമല്ലോ. ഓക്കെ, സോ ലൈറ്റ് ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണടാ, എഫിലൂടെ തിരിച്ചു പോകുന്നു. സോ ഇൻഫിനിറ്റിയിൽ നിങ്ങൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്, അറ്റ് F2. ഓക്കെ, എന്ത് ഇമേജാ, പോയിന്റ് സൈസ്ഡ്. ഇനി നിങ്ങൾ പറയണം എന്ത് ടൈപ്പ് ഇമേജാണ്, റിയൽ ആയിട്ടല്ലേ മീറ്റ് ചെയ്യണത്. അപ്പോൾ ആരാ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. രണ്ടാമത്തെ കേസ് ബിയോണ്ട് 2F1, അതായത് നമ്മുടെ ബിയോണ്ട് C അവിടെ വെക്കുന്നു. ആദ്യം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ, അത് എഫ് കൂടെ തിരിച്ചു പോകും. പിന്നെ രണ്ടാമത്തത് ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ ഉള്ള ഒന്ന്, അത് അതിൽ കൂടെ തന്നെ തിരിച്ചു പോകും. ഇപ്പോൾ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ, ദാ അവിടെ 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 കണ്ടോ, ഇമേജ് വരച്ചു. റെഡി? ഇനി നിങ്ങൾ പറ, എവിടെ ഇമേജ് ഫോം ചെയ്തത്, ബിറ്റ്വീൻ F2 ആൻഡ് 2F2, അപ്പുറത്തെ സൈഡിലുള്ള F2ൻ്റെയും 2F2ൻ്റെയും ഇടയിലാണ്. ഇനി ഇമേജിൻ്റെ പ്രോപ്പർട്ടി പറ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, സൈസോ ഡിമിനിഷ്ഡ് ആണ്. റെഡി? മൂന്നാമത്തെ കേസ് നോക്കുക, അറ്റ് 2F1, നമ്മളവിടെ അറ്റ് സിയിലൊക്കെ പറഞ്ഞ പോലെ അറ്റ് 2F1. ദാ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ എഫിലൂടെ പോയി, ഓലൂടെ വരുന്നു, ഓലൂടെ തന്നെ തിരിച്ചു പോകുന്നു, രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കിക്കേ, അറ്റ് 2F2, സെയിം സൈസ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ, നാലാമത്തെ കേസ്, അതായത് നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നുണ്ട്, അവിടുത്തെ കോൺകേവ് മിററിൻ്റെ അതേ സെറ്റപ്പ് തോന്നുന്നില്ല, അതെന്നെ ഇവിടെ നോക്കുക, ബിറ്റ്വീൻ 2F1 ആൻഡ് F1 ആണ് വെക്കുന്നത്. അതേപോലെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ എഫിലൂടെ പോയി, ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പോയി, രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് ബിയോണ്ട് 2F2, ബിയോണ്ട് C അല്ലേ. നോക്കുക, എൻലാർജ്ഡ് ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. പിന്നെന്താ, ബിയോണ്ട് C ആണ് ഇമേജ് ഫോം ചെയ്തത്. ഇനി അഞ്ചാമത്തെ കേസ്, അറ്റ് എഫിൽ വെക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ F2ലൂടെ തിരിച്ചു പോകുന്നു, അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ തിരിച്ചു പോകുന്നു. ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് ലൈറ്റ് റേൻ്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയാണ്. ഇങ്ങനെ പോയി എന്ത് ചെയ്യും, അവരെവിടെയോ പോയിട്ട് മീറ്റ് ചെയ്യും. ഇൻഫിനിറ്റിയിൽ ഹൈലി എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ അല്ലേ? ഇനി നോക്കുക, ലാസ്റ്റ് കേസ് ബിറ്റ്വീൻ F1 ആൻഡ് O.
ഓക്കെ, ബിറ്റ്വീൻ F1 ആൻഡ് O, അതായത് ബിറ്റ്വീൻ P ആൻഡ് F നമ്മൾ അവിടെ വെച്ച പോലെ ഇവിടെ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലൽ F2 പോയി, ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പോയി. ഈ സൈഡിൽ ഇവർ മീറ്റ് ചെയ്യാൻ യാതൊരു ചാൻസസും ഇല്ല. പക്ഷേ ഇവർ വെർച്വലായിട്ട് എവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. റെഡി? ബിഹൈൻഡ് ദി അല്ലെങ്കിൽ അറ്റ് ദ സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. കണ്ടോ, എൻലാർജഡ് ആണ്, വെർച്വൽ ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. സോ വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് ആണ്. അതേപോലെ എവിടെ ഉണ്ടായത്? അറ്റ് ദ സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, മിററിൻ്റെ കേസിൽ മിററിൻ്റെ സെയിം സൈഡിൽ ഇമേജ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡിലാണ് ഇമേജ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡാണ്. ബിഹൈൻഡ് ദ മിറർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ അത് വെർച്വൽ ആൻഡ് ഡയറക്റ്റാണ്. പക്ഷേ ലെൻസിൻ്റെ കേസിൽ ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡിലാണെങ്കിൽ അത് വെർച്വൽ ആൻഡ് ഡയറക്റ്റാണ്, അപ്പുറത്തെ സൈഡിലാണെങ്കിൽ അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡാണ്. ആ ചേഞ്ചസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ലാസ്റ്റ് കേസ്. അപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ കോൺവെക്സ് ലെൻസിൽ 6 കേസസ്. അവിടെ പഠിച്ച പോലെ തന്നെ അവിടെ നിങ്ങൾ കോൺകേവ് മിററിന് എന്താണോ പഠിച്ചത് അത് തന്നെയാണ് കോൺവെക്സ് ലെൻസിനും. പിന്നെ ഇതൊക്കെ മാറ്റണമെന്നേ ഉള്ളൂ. ഏത്? ഒബ്ജക്റ്റ് വെക്കുന്നത് ഒരു സൈഡിലാണ്, ഉണ്ടാകുന്നത് അപ്പുറത്തെ സൈഡിലാണെന്നുള്ളൊരു ഓർമ്മ ഉണ്ടായാൽ മതി. അതായത് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ F2ലാണ്, ബിയോണ്ട് 2F1 ആണെങ്കിൽ ബിറ്റ്വീൻ F2 ആൻഡ് 2F ആണ്. നോക്കാം, അറ്റ് Fൽ വെച്ച് കഴിഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റി, ബിറ്റ്വീൻ F1 ആൻഡ് ബിറ്റ്വീൻ F1 ആൻഡ് 2F1 വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് 2F2, ബിയോണ്ട് 2F1, ബിയോണ്ട് F2 ആൻഡ് 2F2. ആ ഡിഫറൻസുകൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അവിടെ വെച്ച പോലെ അറ്റ് സീൽ വെച്ച് കഴിഞ്ഞാൽ അറ്റ് സീൽ തന്നെ, അറ്റ് 2F1, അറ്റ് 2F2 സെയിം സൈസ്. എല്ലാ ആദ്യത്തെ 5 കേസുകളിലും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ലാസ്റ്റ് ഒരൊറ്റ കേസിൽ മാത്രം വെർച്വൽ ആൻഡ് ഡയറക്റ്റ്. ഇനി നമ്മൾ പറയുന്നത് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിൻ്റെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആകെ 2 സ്ഥലത്തേ നമ്മൾ വെക്കുന്നുള്ളൂ. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് രീതിയിൽ കോൺകേവ് ലെൻസിൽ ഇമേജ് ഫോർമേഷൻ വരച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേ കിട്ടുള്ളൂ. എവിടെ നിങ്ങൾ വരച്ചോ, നിങ്ങൾ ഇവിടെ വെച്ചോ, എവിടെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാലും ഈ ഒറ്റ കേസ് മാത്രമേ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ളൂ. ഓക്കെ, ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് O ഒരൊറ്റ കേസിൽ മാത്രമേ കിട്ടാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എവിടെ വെച്ച് കഴിഞ്ഞാലും ഇതേപോലെയാണ് ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുക. ഒരു മാറ്റം അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോൺകേവ് ലെൻസാണ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ. ഓക്കെ, അതെന്ത് ചെയ്യും? F1 എന്ന് വരുന്ന പോലെ തിരിച്ചു പോകും. അപ്പം നമ്മൾ ലൈറ്റർ ഇങ്ങോട്ടേക്ക് വരച്ചു. റെഡി? ഇനി ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ ഉള്ളത് അതുപോലെ തന്നെ തിരിച്ചു പോകും. ഇവർ വെർച്വലി ഇവിടെ മീറ്റ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് അത് നിങ്ങൾ ഇവിടെ വരച്ചാൽ ഇത് തന്നെ കിട്ടുക, ഇവിടെ വരച്ചാൽ ഇത് തന്നെ കിട്ടുക. ഈ ഡിസ്റ്റൻസ് ചെറുതായിട്ടൊന്ന് മാറുന്നേ ഉള്ളൂ. അവിടെ വരച്ചാൽ ഇത് തന്നെ കിട്ടുക. അപ്പോൾ എവിടെ നിങ്ങൾ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ എവിടെ നിങ്ങൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലും വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് കിട്ടുക, ഡിമിനിഷ്ഡ് ആണ് കിട്ടുക. അപ്പോൾ ഓൾവേസ് ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് തരുന്ന ലെൻസ് ഏതാ? കോൺകേവ് ലെൻസ്. ഓക്കെ അല്ലേ? അവിടെ ധാരായിരുന്നു കോൺവെക്സ് മിറർ ആയിരുന്നു. റെഡി? ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇമേജ് ഫോർമേഷൻ ഇൻ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. ഇനി നമ്മൾ ഇതേ നേരത്തെ മിററിൽ പഠിച്ച പോലെ തന്നെ മിറർ ഫോമുല നമ്മൾ പഠിച്ചു. അതേപോലെ നമുക്ക് ലെൻസ് ഫോമുല പഠിക്കാനുണ്ട്. അത് ലെൻസിൻ്റെ കേസിൽ നിങ്ങൾ U എത്രയാണ്, V എത്രയാണ്, F എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഫോമുല. അപ്പോൾ അതിനും സൈൻ കൺവെൻഷൻ ഉണ്ട്. സൈൻ കൺവെൻഷൻ നമ്മൾ മിററിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ്, ഒരു വ്യത്യാസം ഇവിടെ ഇല്ല, ഒരു ചേഞ്ചും ഇവിടെ ഇല്ല. ആകെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിചാരിക്കും ഇനി കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയും ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പ്ലസ് എടുക്കണോ മൈനസ് എടുക്കണോ എന്നുള്ളതായിരിക്കും. കോൺവെക്സ് മിററിന് നമ്മൾ F എന്താ എടുത്തത്? പോസിറ്റീവ്. കോൺവെക്സ് ലെൻസിനും പോസിറ്റീവാണ്. കോൺകേവ് മിററിന് നമ്മൾ F എന്താ എടുത്തത്? നെഗറ്റീവ്. കോൺകേവ് ലെൻസിനും F എന്താണ്? നെഗറ്റീവാണ്. ഇവിടെ മാത്രമേ വ്യത്യാസം വരുള്ളൂ എന്നറിയോ. സൈൻ കൺവെൻഷൻ ബാക്കിയൊക്കെ സെയിം ആണ്. ലെഫ്റ്റിലുള്ളത് നെഗറ്റീവ്, റൈറ്റിലുള്ളത് പോസിറ്റീവ്, പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലേക്കുള്ളത് പോസിറ്റീവ്, താഴേക്കുള്ള നെഗറ്റീവ്, പിന്നെ ഡയറക്ഷൻ ലെഫ്റ്റ് എന്ന് വരണതൊക്കെ സെയിം ആണ്. ദർ ഇസ് നോ ഡിഫറൻസ്. ഇവിടെ എവിടെ മാത്രമേ വ്യത്യാസം വരിക എന്നറിയോ? നിങ്ങൾ വിയുടെ സൈൻ എടുക്കുമ്പോഴാണ്. ഓക്കെ, അതായത് V എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്. അതിൻ്റെ ഡിഫറൻസ് എന്താ? ഇപ്പം മിററിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, ഈ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററിൽ എവിടെയാണ് ഉണ്ടാവുക? ലെഫ്റ്റ് സൈഡിൽ. വെർച്വൽ ആൻഡ് ഡയറക്റ്റ് റൈറ്റ് സൈഡിൽ. അപ്പം മിററിൻ്റെ കേസിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V നെഗറ്റീവാണ്, വെർച്വൽ ആൻഡ് ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V പോസിറ്റീവാണ് മിററിൽ. പക്ഷെ ഞാൻ ഇവിടെ എഴുതി തരാം, കൺഫ്യൂഷൻ ആവണ്ട. മിററിൻ്റെ കേസിൽ വിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. വെർച്വൽ ആൻഡ് ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V എന്താണ്? നെഗറ്റീവാണ്, പോസിറ്റീവാണ്. ഓക്കെ, V എന്താണ്? പോസിറ്റീവാണ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V എന്താണ്? നെഗറ്റീവാണ്. കാരണം അവിടെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എവിടെ ഉണ്ടാവുക? ലെഫ്റ്റ് സൈഡിൽ, വെർച്വൽ റൈറ്റ് സൈഡിൽ. പക്ഷെ ലെൻസിലെത്തുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇമേജ് ഫോർമേഷൻ ആലോചിച്ച് നോക്കുക. ഇവിടെ വെർച്വൽ ആൻഡ് ഡയറക്റ്റ് എവിടെയാണ് ഉണ്ടാവുന്നത്? ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ V എന്താ? നെഗറ്റീവാണ്. ഇവിടെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എവിടെ ഉണ്ടാവുന്നത്? റൈറ്റ് സൈഡിലാണ്. അപ്പോൾ V എന്താ? പോസിറ്റീവാണ്. ഈ ഒരു ചേഞ്ച് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ.
ഓക്കെ, ആണ് സൈൻ കൺവെൻഷൻ. പിന്നെ ഈ ലെൻസ് ഫോർമുല അവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ്. 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f, നത്തിങ് എൽസ്. മാഗ്നിഫിക്കേഷൻ അവിടെ പറഞ്ഞ സെയിം, ഒരു വ്യത്യാസവും ഇല്ല. m ഈക്വൽ ടു hi/ho ആണ്. ഇക്വേഷനിൽ മാത്രം ചെറിയൊരു ചേഞ്ച്. m അവിടെ -v/u ആയിരുന്നെങ്കിൽ ഇവിടെ v/u ആണ്. നോ ഡിഫറൻസ്. ബാക്കി ഞാൻ പറഞ്ഞ എല്ലാം സെയിം ആണ് കേട്ടോ. അതായത് എമ്മിൻ്റെ വാല്യൂ പ്ലസ് ആണെങ്കിൽ അത് വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ആണ്, മൈനസ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, ഗ്രേറ്റർ ദാൻ 1 ഈക്വൽ ടു 1 ലെസ് ദാൻ 1 എല്ലാം സെയിം ആണ്. എല്ലാ ഇൻ്റർപ്രിട്ടേഷൻസും മിററിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ലെൻസിൻ്റെ കേസിലും വരിക. ഓക്കെ, ന്യൂമറിക്കൽസും അതേപോലെ തന്നെ. നിങ്ങൾക്ക് വി തരും, യു തരും, എഫ് കണ്ടുപിടിക്കാൻ പറയും, എഫ് തരും, വി തരും, യു കണ്ടുപിടിക്കാൻ പറയും. പിന്നെ അതേപോലെ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, റേ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. അതൊക്കെയാണ് ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത്. പവർ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പവറിൻ്റെ ഫോക്കൽ ലെങ്ത് ഉണ്ടല്ലോടാ, ആ ഫോക്കൽ ലെങ്ത് ഉണ്ടല്ലോ, ആ ഒരു ഡിഗ്രി ഓഫ് കൺവേർജ്, ലൈറ്റ് റേനെ കൺവേർജ് ചെയ്യുന്ന ഡൈവേർജ് ചെയ്യുന്ന ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവറിനെയാണ് നമ്മൾ പവർ ഓഫ് എ ലെൻസ് എന്ന് വിളിക്കുന്നത്. ആ പവറിന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/, ഫോക്കൽ ലെങ്ത് ആണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/, ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, ഒരു കാര്യം കൂടി, പവറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡയോപ്റ്റർ എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. ക്യാപിറ്റൽ ഡി ആണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം. പവറിനെ ഡയോപ്റ്ററിൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം. പല ക്വസ്റ്റ്യനിലും പവർ കാണാൻ തരും, നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് 25 സെൻറ്റിമീറ്റർ തരിക. നിങ്ങൾ പൊട്ടന്മാരായിട്ട് 1/25 എഴുതി 0.4 ഡയോപ്റ്റർ എന്നൊക്കെ എഴുതി വെക്കും, തെറ്റാ. ഓക്കെ, റെഡി? 25നെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ 1/0.25 ആണ് വരിക, ആൻസർ 4 ആണ് വരിക, +4 ഡയോപ്റ്റർ എന്നൊക്കെ വരും. അപ്പോൾ ഈ പവർ നമ്മൾ കാണുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്തെല്ലാം എടുക്കണം, മീറ്ററിൽ എടുക്കണം. എന്നിട്ട് പവറിനെ ഡയോപ്റ്ററിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു പിന്നെ എന്താ പറയുക, ലെൻസിൻ്റെ പവർ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്, അതായത് ഏത് ലെൻസ് ആയിരിക്കും, കോൺവെക്സ് ആയിരിക്കോ കോൺകേവ് ആയിരിക്കോ? പവറിൻ്റെ സൈനിനെ തീരുമാനിക്കുന്നത് ആരാ? എഫ് ആണ്. എഫ് പോസിറ്റീവ് ആണെങ്കിൽ പവറും പോസിറ്റീവാണ്, എഫ് നെഗറ്റീവ് ആണെങ്കിൽ പവറും നെഗറ്റീവാണ്. അപ്പോൾ പവർ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എന്താണ്? പോസിറ്റീവാണ്. അതായത് ഏത് മിററാ? കോൺവെക്സ്, ഏത് ലെൻസാ? കോൺവെക്സ് ലെൻസ്. എഫ് നെഗറ്റീവ്, പവർ നെഗറ്റീവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് നെഗറ്റീവാണ്, അതായത് കോൺകേവ് ലെൻസാണ്. ഈ പവറാണ് കണ്ണിന് കാഴ്ചക്കുറവുള്ള ആൾക്കാർ വെക്കുന്ന കണ്ണടക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓ, എൻ്റെ പവർ -2 ആണ്, എൻ്റെ പവർ +4 ആണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഇതാണ്. ഓക്കെ, അതായത് അത് എങ്ങനെയാണ് ആ പവർ അല്ലെങ്കിൽ എന്തിനാണ് അതെന്നൊക്കെയുള്ളത് നമ്മൾ ശരിക്കും നെക്സ്റ്റ് ചാപ്റ്ററിൽ ഹ്യൂമണയിലാണ് നമ്മൾ ആ പിന്നെന്താ പറയുക ഐ ഡിഫക്റ്റ് അതിന് യൂസ് ചെയ്യുന്ന പിന്നെന്താ പറയുക ലെൻസ് എന്തിന് യൂസ് ചെയ്യുന്നു എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഐ ഡിഫക്റ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന കണ്ണടകൾക്ക് ഉണ്ടാകുന്ന പവർ, ആ പവറാണ് ആക്ച്വലി ഈ പറയുന്ന സാധനം. ഓക്കെ, സോ ആ പവർ നമ്മൾ തീരുമാനിക്കുന്നത് 1/, ഫോക്കൽ ലെങ്ത് ചെയ്തിട്ടാണ്. സോ ആ പവർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ആ ലെൻസ് ഏതാണെന്ന് നോക്കിയിട്ടാണ്, കോൺവെക്സ് കോൺകേവ്. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ ആ ലെൻസ് കോൺവെക്സ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ആ ലെൻസ് കോൺകേവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കുക, എടാ നിന്റെ കണ്ണടയുടെ പവർ എത്രയാടാ? അപ്പോൾ അവൻ പറയണം -4. ഓ, നിന്റെ കോൺകേവ് ലെൻസ് ആണല്ലേ, മനസ്സിലായോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ ഗൈസ്. ഇതോടുകൂടി നമ്മുടെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഖലാസ് ഹോ ഗയാ. അപ്പോൾ അതുകൊണ്ടാണ്, അതായത് ലെൻസിൻ്റെ കേസിൽ മിസ് എന്ത് ചെയ്തിട്ടില്ല, അധികം ഡിഫൈൻ ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്താ? മിററിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് ലെൻസിൻ്റെ കേസിലും വരുന്നത്. അതുകൊണ്ടാണ് മിസ് എന്ത് ചെയ്യുന്നത്, അധികം എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത്. അത് ഓൾറെഡി മിററിൽ മനസ്സിലായ ആൾക്കാർക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ലാസ്റ്റിൽ അത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. സോ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ തൊടാത്ത ഒരൊറ്റ സ്ഥലമില്ല കേട്ടോ. അത്രയും എല്ലാ നുക്ക് ആൻഡ് കോർണേഴ്സും തൊട്ടിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. അത്രയ്ക്ക് കിടലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങിക്കുക. സ്കോർ ബെറ്റർ. സീ യു ദെൻ. ബൈ.